ഇപ്പോ ഇന്ന് നമ്മളുടെ കാഞ്ചീപുരം സാരികളിലെ പല ഡിസൈൻസും നമ്മളുടെ കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ബാംഗ്ലൂർ വെച്ച് നമുക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ് ആണ് ഇത്. പക്ഷേ അന്നും എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്ന ഒരു ഹോട്ടൽ അല്ലെ ഒരു കഫറ്റീരിയ എങ്കിലും കഫേ എങ്കിലും തുടങ്ങണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അപ്പൊ റിയൽ ബ്രൈഡ്സിന്റെ റിയൽ ആയിട്ടുള്ള ഇമോഷൻസ് ആൾക്കാർ വിശ്വസിക്കും, ആൾക്കാർക്ക് അത് മനസ്സിലാവും. പട്ടുസാരിയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്ന ഒരു ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ ഒരു ബിസിനസ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാരെ ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സിൽ പെട്ടെന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറീസ് വളരെ വളരെ കുറവാണ് ഈ ഒരു സംഭവത്തിനുള്ളത്. ഞാൻ ഇത്രയും കാലത്തെ ഉള്ള ഒരു എന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിട്ടാണ്. ഇത്ര ആൾക്കാരുടെ ഒരു സ്നേഹം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട്. ആ ദിയയുടെ കല്യാണത്തോടു കൂടി ആ സാധനം നമ്മള് പൊളിച്ചെടുക്കും, പൊളിച്ച് ഇളക്കി എന്ന് പറയാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിന്ദു ബ്രൈഡ്സ് ചോദിക്കുന്നത് സോഫ്റ്റ് കളേഴ്സും പേസ്റ്റൽ കളേഴ്സും. ദിയയുടെ സാരി ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള സാരികളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു ദിയയുടെ സാരി. പക്ഷെ അതിന്റെ കളർ ഒന്നും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫോട്ടോസിനകത്തും വീഡിയോസിനകത്തും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഇന്നും എനിക്കുണ്ട്. അഹാനയുടെ സാരി ആണെങ്കിലും ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും എന്ന് വെച്ചാൽ ഇത്രയും ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരു 1.5 വർഷത്തോളം എല്ലാ സ്റ്റോറിലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വരെ ഇറങ്ങി അത്രയും ഹിറ്റ് ആയിട്ടുള്ള ഈ റീസെന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എവിടെയും അത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു സാരി ഇല്ല. ഹാനയുടെ സാരി വാസ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. സാരിയിൽ ഒരു പെങ്കൊച്ചിനെ കാണുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ വേറൊരു ഒറ്റ ഔട്ട്ഫിറ്റില് ഞാൻ കണ്ടിട്ടില്ല. അതിനെ We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. Namaskaram. Unbounded dreams, untold stories. This is Meera Shankar and you are listening to Beyond Borders. പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വധുവിന്റെ ഏറ്റവും വലിയ സ്വപ്നം അവളുടെ വിവാഹ വസ്ത്രമായിരിക്കും. എന്നാൽ ഇന്ന് ഫാഷൻ ലോകത്ത് ഗ്ലാമർ മോഡലുകൾക്ക് പിന്നാലെ പോകാതെ യഥാർത്ഥ ബ്രൈഡ്സിന്റെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വികാരങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരു മലയാളി ഡിസൈനറാണ് നമുക്കൊപ്പം ഉള്ളത്. നോട്ട് മോഡൽസ്, റിയൽ ബ്രൈഡ്സ്, റിയൽ സ്റ്റോറീസ് എന്ന മനോഹരമായ കാഴ്ചപ്പാടിലൂടെ എം ലോഫ്റ്റ് എന്ന ബ്രാൻഡിലൂടെയും മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച പ്രിയ ഡിസൈനർ ജോയൽ ജേക്കബ് മാത്യു ആണ് ഇന്ന് ബിയോണ്ട് ബോർഡേഴ്സ് നമ്മുടെ അതിഥി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബ്രൈഡൽ ഡിസൈനർമാരിൽ ഒരാളായി വളർന്ന ജോയലിന്റെ ക്രിയേറ്റീവ് യാത്രയെക്കുറിച്ചും അതിരുകൾക്കപ്പുറമുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് വിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം. ജോയൽ, ബിയോണ്ട് ബോർഡേഴ്സിലേക്ക് സ്വാഗതം. നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിപ്പോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരളത്തില് ശ്രദ്ധേയമായിട്ടുള്ള ബ്രൈഡൽ ഡിസൈനർമാരിൽ ഒരാളായി വളർന്ന ജോയൽ, ഒരാൾ ആദ്യമായിട്ട് ചോദിക്കുകയാണ് ആരാണ് ജോയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയൽ എന്താ ഉത്തരം പറയുക? എവിടുന്ന് തുടങ്ങി, എവിടെയായിരുന്നു പഠിച്ചത്, എവിടെയാ വീട്, ആരൊക്കെയാന്നൊക്കെ ചോദിച്ചാൽ എന്താ ജോയൽ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഗ്രേറ്റ് ഡിസൈനർ അല്ല, ഞാനൊരു ഡിസൈനർ അല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കൊരു സിസ്റ്റർ ആവുള്ളേ, ഞങ്ങളൊരു 7 വയസ്സ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അമ്മ ഒരു നേഴ്സായിരുന്നു, സൗദി എംഒഎച്ചിൽ നേഴ്സായിരുന്നു. അമ്മ തിരിച്ചു വന്നതിന് ശേഷമാണ് അമ്മുക്കുട്ടി ഉണ്ടാവുന്നതൊക്കെ. അപ്പൊ അപ്പൻ ഇവിടെ ഇല്ല, അപ്പൻ സൗദിയിലായിരുന്നു ഒരുപാട് വർഷങ്ങൾ, 30 വർഷം സൗദിയിലായിരുന്നു. അപ്പം അപ്പന്റെ റോള് ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ എനിക്കായിരുന്നു ഉണ്ടായി. അപ്പൊ വീട്ടിലെ കാര്യങ്ങളും അച്ചാച്ച ഇപ്പോഴും എന്ത് കാര്യത്തിനും അച്ചാച്ചയോട് ചോദിക്കാനാണ് പറയുന്നത്. അപ്പൻ ഇപ്പോഴും ഒരു ചേട്ടന്റെ റോളാണ്. അപ്പൻ ഭയങ്കര കൂട്ടാ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ ഞാനിങ്ങനെ അവൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്താണ് എന്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പം കുഞ്ഞിലെ മുതൽ അവൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഞങ്ങൾ ഇച്ചിരി ഇരുണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ ഒരു ഇരുളിമേ, കാരണം എനിക്കൊക്കെ കുഞ്ഞിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേന് ഈ നമ്മൾ ഇച്ചിരി ഡാർക്ക് സ്കിൻഡ് ആണ് എന്നുള്ള ഒറ്റ പേരിൽ ഒരുപാട് ഇങ്ങനെ കളിയാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എന്റെ സിസ്റ്ററിന് അത് ഉണ്ടാവാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ടായിരുന്നു.
അപ്പൊ അത് ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴത്തേന് എന്റെ കുഞ്ഞായിരിക്കുമ്പോഴത്തേന് എന്റെ ഒരു മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിന് കോമ്പൻസേറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു സംഭവം മാറും. അപ്പൊ അങ്ങനെ കുഞ്ഞിനെ മുതൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സ് എവിടുന്നാണോ കിട്ടുന്നത്, കോട്ടയത്തും ഇവിടെ എറണാകുളത്തും നിന്നൊക്കെ പോയി, അന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ ആൾക്കാർ ചെയ്യാറില്ല. അപ്പൊ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി ഡ്രസ്സിന്റെ ഫേബ്രിക് മേടിച്ചുകൊണ്ട് വന്ന് അത് ഇവിടെ ഏതെങ്കിലും ഒരു ആൾക്കാരുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യിച്ച്, അപ്പൊ അന്ന് ഈ ആമ്പിള്ളാരൊന്നും ഇതിന്റെ പുറകെ നടന്ന സംഭവങ്ങൾ ചെയ്യാറില്ല. അപ്പം അവളോടുള്ള ആ സ്നേഹത്തിന്റെ പേരിലാണ് നമ്മൾ അങ്ങനെ ഡിസൈൻ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് അത് ഇന്നും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതുവരെ അവൾ ഒരു ഡ്രസ്സ് പോലും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട് JD ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വീക്കെൻഡ് കോഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്. അതിനെപ്പറ്റി വലിയൊരു ഗ്രാഹ്യം എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ടേംസും അങ്ങനത്തെ സംഭവങ്ങളില്ല. പക്ഷെ ഇന്ന് അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ കാഞ്ചീപുരം സാരികളിലെ പല ഡിസൈൻസും നമ്മളുടെ കൺസെപ്റ്റ് ആണ്. ഇപ്പം ഈ മോർ ദാൻ ഇപ്പൊ ഈ നമ്മള് തിയറിറ്റിക്കൽ സ്റ്റഡിയേക്കാളും കൂടുതൽ ഇങ്ങനെ അതിനകത്താണോ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്ന ഒരു സാരി ഡബിൾ ബോർഡർ കൺസെപ്റ്റ്, അതായത് 2 മാല ഇങ്ങനെ പെയർ ചെയ്യുന്ന പെയറിംഗ് നെക്ലസുകൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ കുറച്ച് നാൾ മുന്നേ. ഇപ്പോഴും അതെ, ആ തുടങ്ങിയ സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്. അപ്പം മാലകളിൽ അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ദിസ് ഇൻ ബോർഡേഴ്സ് ഓഫ് ദി സാരി. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഞാൻ വീവർക്ക് പറഞ്ഞു. അപ്പം അന്ന് ആ വീവർ എന്നോട് പറഞ്ഞു, ഇതിന്റെ ഒരു 20 സാരി എങ്കിലും നീ എടുക്കണം, പല കളറിലുള്ള 20 സാരി. അന്ന് അതിനുള്ള ഒരു കേപ്പബിലിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല, കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അത്രയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, 2 സാരി കൂടുതൽ അല്ലെങ്കിൽ 3 സാരി കൂടുതൽ ഒരു കാരണവശാലും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം പുള്ളി ഇങ്ങനെ ചിരിച്ചു. പക്ഷെ അടുത്ത പ്രാവശ്യം വന്നപ്പോഴത്തേന് ആ സാരി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമുക്ക് പറയുന്ന ഡിസൈനിൽ പറയുന്ന പോലെ കൺസെപ്റ്റ് മാത്രം കൊടുത്താൽ മതി, അത് ഡെവലപ്പ് ചെയ്ത് തരാനായിട്ട് ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ വന്നത് ഈ ഡിസൈനിങ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ടും ഒരു നേഴ്സിന്റെ മകനായിട്ടുള്ള ഞാൻ സ്വാഭാവികമായിട്ടും ഒരു മെഡിക്കൽ ലൈൻ ആയിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. എനിക്ക് അതായിരുന്നു എന്റെ അമ്മയുടെയും, അല്ലെങ്കിൽ എനിക്ക് ഈ ഫാഷന്റെ ഒരു സാധനം എന്നെ അന്ന് പോലും അറിയത്തില്ലാത്തൊരു ആൾക്കാരാണ്. സ്വന്തമായിട്ട് ഷർട്ട് പോലും സെലക്ട് ചെയ്യാൻ അറിയാൻ മേലാത്ത ഒരാളാണ് എന്റെ അപ്പൻ. അമ്മയ്ക്കും ഒരു ഗ്രാഹ്യമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് എന്റെ. അപ്പോ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ പോലും പോയിട്ടില്ല. എന്തെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ജോലി, സ്വാഭാവികമായിട്ടും പുറത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യണം എന്നുള്ളൊരു സാധനം ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആദ്യം ഡോക്ടർ ആകണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഡോക്ടർ ഞാനിവിടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. പക്ഷെ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു, കാരണം എനിക്ക് മാർക്ക് നന്നായിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു വേണമെങ്കിൽ. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേന് ഇത്രയും പഠിച്ചിട്ട് അതിനൊരു വലിയ വർത്ത് ഉള്ളതായിട്ട് തോന്നി. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതിനൊരു വലിയൊരു വേർത്തിയാണ് എന്ന് തോന്നിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ പിന്നെ BBA ആണ് പഠിച്ചത്. BBA ക്രിസ്തു ജയന്തി ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അപ്പൊ ബാംഗ്ലൂർ വെച്ച് നമുക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ് ആണിത്. പോക്കറ്റ് മണി മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇത് ഒരിക്കലും ഒരു മെയിൻ ബിസിനസ് ആയിട്ട് വരുമെന്ന് ഞാൻ എന്റെ മനസ്സിലല്ല, എന്റെ ചിന്തയിൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ അമ്മ എന്നോട് പറയായിരുന്നു, ഡോക്ടറാകാൻ വിട്ടവൻ ഈ പെണ്ണുങ്ങളുടെ ചുരിദാറും ഒക്കെ വിറ്റുകൊണ്ട് നടക്കുന്നത് നാണക്കേടാ മോനെ, നീ ഇങ്ങനെ ചെയ്യരുത്. സാധാരണഗതിക്ക് അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ചെയ്യത്തില്ല. ഇന്നലെയും കൂടെ ഞാൻ പറയായിരുന്നു. അന്ന് ഞാനത് വീണ്ടും ഒരേ ഒരു സാധനം മാത്രമേ ഞാനിങ്ങനെ വീണ്ടും അമ്മ പറഞ്ഞിട്ടും, അമ്മയോട് വഴക്കൊക്കെ പിടിക്കാറുണ്ട്, പക്ഷെ അമ്മ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അനുസരിക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സംഭവം മാത്രമേ ഞാൻ അല്ലാതെയായിട്ട് ചെയ്തുള്ളൂ. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് അത് നമുക്ക് പിന്നീട് അപ്പൻ തിരിച്ചു വരേണ്ടി വന്നു. അപ്പന് 30 വർഷം സൗദിയിലായിരുന്നു. അപ്പന് ആ സമയം വരെ അപ്പൻ്റെ ഞാൻ BBA കഴിഞ്ഞ സമയത്ത് ഞാൻ MBAക്ക് പുറത്തു പോകണമെന്ന് വിചാരിച്ചു ആദ്യമേ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്ത് നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ ക്രിസ്തു ജയന്തി തന്നെ MBAക്ക് അഡ്മിഷൻ എടുത്തു. നല്ല മാർക്കോട് കൂടി BBA പാസ്സായ. അപ്പം എനിക്ക് എവിടെ വേണമെങ്കിലും അഡ്മിഷൻ കിട്ടുമായിരുന്നു നാട്ടില്. അപ്പൊ അങ്ങനെ ഞാൻ ക്രിസ്തു ജയന്തി ഞാൻ പഠിച്ച കോളേജിൽ തന്നെ, കാരണം കോളേജ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇങ്ങനെ ഈ ഓണ്ടർപ്രണേഴ്സിനെ, യങ് ഓണ്ടർപ്രണേഴ്സിനെ ഒക്കെ ഭയങ്കര ഇത് ചെയ്യുന്ന ഒരു കോളേജ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ആയിരുന്നു എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എന്റെ കയ്യിൽ നിന്ന് ഈ നമ്മള് സാരികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്തു ജയന്തി തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തു. അപ്പോഴാണ് അപ്പന്റെ ജോലിക്ക് ഒരു ചെറിയ പ്രശ്നം വന്നത്. അപ്പൻ അങ്ങനെ അന്നേരം അപ്പൻ തിരിച്ചു വരേണ്ടി വന്നപ്പോഴത്തേന് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ അന്നും എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്ന ഒരു ഹോട്ടൽ അല്ലെ ഒരു കഫറ്റീരിയ എങ്കിലും
കഫേ എങ്കിലും തുടങ്ങണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം. ഒരു റാസ്ത കഫേ എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ഒരു കഫേ ഉണ്ട്, വൈകുന്നേരം ചെറിയ മ്യൂസിക്കും ഒക്കെ ആയിട്ട്. അങ്ങനത്തെ ഒരു കഫേ നാട്ടിൽ തുടങ്ങുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം. ഒരു സ്പെഷ്യൽ ഡിഷസ് ഒക്കെ സെർവ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ അന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേന് നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇതിനകത്തു നിന്നുള്ളൊരു റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ഫാമിലിക്ക് മുഴുവൻ, പിന്നെ അപ്പം തിരിച്ചു വന്നതിന് ശേഷം ഗവൺമെന്റ് ജോലി പോലെ ഒന്നും അല്ലല്ലോ, പിറ്റേ ദിവസം മുതൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ ഉള്ളത് ഇതിനകത്തുനിന്ന് ഉണ്ടാവണം പൈസ. അപ്പം പെങ്ങളെ പഠിപ്പിക്കണം. അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴത്തേന് അതിനകത്തുനിന്ന് അത്രയും ഒരു റവന്യൂ നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അങ്ങനെയാണ് പിന്നെ എനിക്ക് അറിയാവുന്ന പരിപാടി ഇത് നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്നാ പിന്നെ ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം. ചങ്ങനാശ്ശേരിയിൽ അതിനൊരു സ്കോപ്പ് ഉണ്ടായിരുന്നതാണ്. കാരണം ഇവിടുന്ന് ആൾക്കാർ എറണാകുളത്തും കോട്ടയത്തും ഒക്കെ പോയാണ് അത്യാവശ്യം ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരെല്ലാം സാരികള് അല്ലെങ്കിൽ ഡ്രസ്സുകളായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും സാരി എന്ന് പറയുന്നതും എന്റെ മനസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അന്ന് ഈ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത ഫേബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഈ ചുരിദാറുകളൊക്കെ ആണെങ്കിലും ഫേബ്രിക് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യോക്കിലേക്ക് ഒരു പോർഷൻ, ഇവിടേക്ക് വേറൊരു പോർഷൻ, അങ്ങനെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു, അതിന്റെ ഒരു കാലമായിരുന്നു. അപ്പൊ ആ സമയം, അപ്പൊ ഇന്നും അതുണ്ട്, പക്ഷെ എന്നാലും അന്ന് അത് ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അതെ, അപ്പം കോട്ടയത്തെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഫേബ്രിക്കിന് നല്ല കിട്ടുന്ന ഒരു സ്ഥലം. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴത്തേന് കിട്ടിയ ഒരു മാർഗമാണ് ഓക്കെ ഫേബ്രിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാണ് നമ്മളിങ്ങനെ ഫേബ്രിക്കിന്റെ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ റോസ് സിൽക്ക് എന്ന് പറയുന്ന ബാംഗ്ലൂരിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫേബ്രിക്, അത് പക്ഷെ ദൈവം എനിക്ക് തന്നില്ല. ഞാൻ ആദ്യം കുറെ അന്വേഷിച്ച് നോക്കിയിട്ട് എവിടെയും എനിക്ക് ആ സാധനം കിട്ടിയില്ല. അപ്പൊ ഞാൻ ആരാണ്ടോടൊക്കെ ചോദിച്ചപ്പോഴത്തേന് സിൽക്ക് കിട്ടുന്ന സ്ഥലം നോക്കി, ഇങ്ങനെ ശരിക്കും സിനിമയ്ക്കകത്തെ കഥ പോലത്തെ ഒരു കഥയാ. അപ്പൊ സിൽക്ക് കിട്ടുന്ന ഒരു സ്ഥലം, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാർ എടുത്ത് ആ വഴി കൂടെയൊക്കെ പോയപ്പോഴത്തേന് സാരികളുടെ സ്ഥലത്തോട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം സാരികൾ അന്നേരം കുറെ സ്ഥലങ്ങളിലാണ് ഏതായാലും പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി നോക്കിയപ്പോഴത്തേന് നല്ല സാരികൾ, ഇതുവരെ കാണാത്ത വിധത്തിലുള്ള സാരികൾ. അപ്പൊ ഞാൻ അതിനകത്തുനിന്ന് ഒരു 10 സാരി സെലക്ട് ചെയ്തു. 10 സാരി സെലക്ട് ചെയ്തപ്പോഴത്തേന് അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ മേടിക്കരുത്, ഇതും കൂടെ പൈസ വെറുതെ കളയരുത്. കാരണം നിന്റെ പെങ്ങൾക്കാണെങ്കിൽ അമ്മുക്കുട്ടിക്കാണെങ്കിൽ നീ നമ്മുടെ പോലത്തെ ഒരു സ്റ്റോർ, നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഗോഡൌൺ സ്പേസ് ആയിരുന്നു, ചങ്ങനാശ്ശേരി മാർക്കറ്റിനകത്ത് ഒരു ചെറിയ ഗോഡൌൺ സ്പേസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കടയിൽ നിന്ന് സാധാരണ യുക്തിപരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു മന്ത്രകോടി എടുക്കാൻ അല്ലെങ്കിൽ കല്യാണ സാരി എടുക്കാനായിട്ട് ഒരാൾ വരത്തില്ല. അന്ന് ഈ ഓൺലൈനൊന്നും ഭയങ്കര കാര്യമായിട്ടുള്ള സമയമൊന്നും അല്ല. അപ്പം അന്നത്തെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വലിയ വിശാലമായിട്ടുള്ള ഷോറൂംസും ഭയങ്കരമായിട്ടുള്ള സർവീസസ് കൊടുക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ പാർക്കിംഗ് സ്പേസും എല്ലാം ഉള്ള വലിയ സ്ഥലത്തുനിന്ന് മാത്രമേ കല്യാണ സാരി എടുക്കത്തുള്ളൂ. അതുപോലെ ഞാൻ ചൂസ് ചെയ്ത ഒരു ക്ലൈന്റ് ബേസും ആവറേജ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് മേളിലേക്കുള്ള ഒരു ഇതാണ് നമ്മൾ കൂടുതൽ നോക്കിയിരുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സാരീസും അങ്ങനത്തെ ആയിരുന്നു. അപ്പം യുക്തിപരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാൻ വേണ്ട എന്ന് വിചാരിച്ചെങ്കിലും എന്തോ ഒരു മനസ്സിൽ നിന്നുള്ളൊരു കോള് കാരണം ഞാൻ ആ സാരീസ് എടുത്തു. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെങ്കിലും പല ആൾക്കാരെയും കാണിച്ചെങ്കിലും ഇതിനകത്തുനിന്ന് ഒരു സാരി പോലും വിറ്റുപോയില്ല. അപ്പൊ അമ്മയുടെ സംഭവം തെളിയിക്കപ്പെട്ടു, അത് ശരിയല്ല എന്നുള്ളത്. അപ്പോഴാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോഴത്തേന് എല്ലാ സ്റ്റോറുകളും അടച്ചുപൂട്ടി. അപ്പൊ ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഓൺലൈൻ ചെയ്യണം എന്നൊന്നും ആരുടെയും എന്നുവെച്ചാൽ അങ്ങനെ എല്ലാരും വീട്ടിൽ ഇരിക്കുന്ന സമയം, ലിറ്ററലി വീട്ടിൽ ഇരിക്കുന്ന സമയം. അപ്പം വീണ്ടും എന്റെ റിലേറ്റീവ്സും ആൾക്കാരൊക്കെ വീണ്ടും വരാൻ തുടങ്ങി. അപ്പനെ വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇവനെ സൗദിക്ക് വല്ലതും കൊണ്ടുപോകുന്നതാണ് നല്ലത്, ഇവൻ ഈ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യുന്നത് കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര കൊള്ളത്തില്ല. അപ്പനെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇരിക്കാൻ ഇനി എനിക്ക് അവകാശമില്ല, എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ വേറൊരു വഴിയില്ല. ആൾക്കാര് അപ്പം അങ്ങനെ ഞാന് പെങ്ങളെ തന്നെ, അമ്മുക്കുട്ടിയെ തന്നെ ഞാൻ ഈ സാരീസ്, എന്റെ കയ്യിലിരിക്കുന്ന സാരി ഞാൻ ഒരു ദിവസം രാത്രി പോയി നമ്മുടെ സ്റ്റോറിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഈ സാരീസ് വെച്ചിട്ട് വീഡിയോസ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ, അന്ന് ഇൻസ്റ്റഗ്രാം ഭയങ്കര ബൂം ആയിട്ടില്ല, പക്ഷെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തു. ആ ഇൻസ്റ്റഗ്രാമിനകത്തുനിന്ന് ആദ്യത്തെ ഫസ്റ്റ് ബ്രൈഡിലൂടെ ചങ്ങനാശ്ശേരിയിലെ ഒരു വലിയ ഫാമിലിയുടെ ഒരു പെങ്കൊച്ച്, അവരുടെ ഗൗൺ കൊടുത്തിരുന്നത് ബാംഗ്ലൂർ ആണ്. പക്ഷെ കല്യാണം ആ സമയത്ത് നടക്കണം. ആ സാധനം ഇങ്ങോട്ട് അവരെ പൂട്ടിയിരിക്കുക, അവർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുണ്ട്. വെഡിങ് ഡ്രസ്സ് അതിന് പകരം അന്നേരം സാരി ആയാലോ എന്ന് വിചാരിച്ചിട്ട് അവര് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് സാരി എടുക്കുന്നു.
ആ ഫോട്ടോസ് എല്ലാം ഭയങ്കര ഹിറ്റ് ആവുന്നു. ആ കൊച്ചിന്റെ കൂട്ടുകാരി ഒരു കൊച്ചിന്റെ വെഡിങ്, ഈ കോവിഡ് വെഡിങ്ങിന് അടുത്ത ആള് വരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും മുതൽ ഈ രണ്ട് ഫോട്ടോ ആൾക്കാർ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഈ രണ്ട് ഫോട്ടോസും ഭയങ്കര വൈറലായി. അപ്പം അങ്ങനെ വൈറലായപ്പോഴത്തേന് പിന്നെ അങ്ങോട്ട് എല്ലാ കോവിഡ് വെഡിങ്സും എനിക്ക് വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഈ 10 സാരി എന്നുള്ളത് ഞാൻ പിന്നെ എന്റെ കയ്യിൽ ഈ ആളുടെ ഡീലറിന്റെ നമ്പർ ഉണ്ടായിരുന്നു. ആ ഡീലറെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേനും ഈ പാഴ്സൽ സർവീസസ് ഉണ്ട് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഓൺലൈൻ വഴി ഞാൻ സാരീസ് സെലക്ട് ചെയ്യും, അവരിങ്ങോട്ട് അയക്കും, ഞാൻ ഇവിടുന്ന് സാരീസ് ഓൺലൈൻ വഴി തന്നെ പിന്നെ കോഴിക്കോടും കാസർഗോഡും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അയക്കും. അങ്ങനെയാണ് ശരിക്കും നമ്മുടെ സാരിയുടെ കഥ. പിന്നെ അങ്ങോട്ട് ഇപ്പോ ഈവൻ സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരുടെയും ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം കഴിഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റി വെഡിങ്സും നമ്മളുടെ ഒരുവിധം കയ്യിൽ എല്ലാവരുടെയും പക്ഷെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഫാഷൻ ലോകത്ത് വലിയൊരു തരംഗം എംലോഫ്റ്റിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ട് മോഡൽസ് റിയൽ ബ്രൈഡ്സ് റിയൽ സ്റ്റോറീസ് എന്നുള്ള ഒരു ടാഗ് ലൈനില് ജോയില് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ പരസ്യങ്ങൾ എല്ലാ ബ്രാൻഡുകളായാലും ഏത് കടകൾ നമ്മൾ നോക്കിയാലും പരസ്യങ്ങൾക്ക് പിന്നാലെയാണ് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇതെന്ന് പറയാം. പക്ഷെ ജോയിൽ അത് അവിടെ ഇപ്പൊ ഇത്ര നേരം ജോയിൽ പറഞ്ഞ ഈ സ്റ്റോറിയുടെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ പോലും അവിടെയും ജോയലിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ, ഒരു ജോയലിന്റെ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രൈഡ്സിന്റെയും അവരുടെ കുടുംബങ്ങളുടെയും അവരുടെ ഒരു ഇമോഷൻസിനെ മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യണമെന്ന് തോന്നിയത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത്? എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഞാനൊരു ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യനല്ല. ഇങ്ങനെ ഭയങ്കര ആലോചിച്ച് വെച്ച് ഓരോ കാര്യങ്ങള് തീരുമാനമെടുത്ത് ഇങ്ങനെ സിസ്റ്റമാറ്റിക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുകയും ഫോർകാസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ദൈവം എന്നാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് നമ്മളെ വിട്ടിരിക്കുന്നതിനകത്ത് എന്നാ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ വീട്ടില് അമ്മ നമ്മുടെ കയ്യിൽ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കടയിൽ നിന്ന് പോയി മേടിക്കാൻ സാഹചര്യമില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി തരത്തില്ല, അതും ഇതെല്ലാം മിക്സ് ചെയ്ത് ആ ഒരു സാധനമാണ് എന്റെ തലയിലുള്ളത്. അതായത് കോവിഡ് ആണെങ്കിൽ കോവിഡിന്റെ സമയത്ത് എനിക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്ന പോലെ എനിക്ക് ഒരുപാട് എന്ന് വെച്ചാൽ പൈസ ഉണ്ടായിരുന്നില്ല പ്രൊമോഷൻസിന്, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്ന് വെച്ചാൽ ബാക്കി ഈ ലീഡിങ് സ്റ്റോഴ്സ് പോലെ അങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്യാനായിട്ട് ഉള്ള ആൾക്കാരെ ഹയർ ചെയ്ത് പെർമനന്റ് ആയിട്ട് ഒരാളെ വെക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി എനിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇടയ്ക്ക് മാത്രം ഇങ്ങനെ ഷൂട്ടുകൾ നടത്തും, ബാക്കിയുള്ളതിന് അന്നേരം ഇപ്പം ഒരു കണ്ടന്റേ ഉണ്ടാകത്തുള്ളൂ. ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മറ്റേ ഇപ്പൊ നമ്മള് സാധാരണ അന്ന് വരെ ഇങ്ങനത്തെ ശരിക്കും ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ഈ റിയൽ ബ്രൈഡ്സിനൊന്നും ആരും പോസ്റ്റ് ചെയ്യത്തേ ഇല്ല. ഇങ്ങനെ റിയൽ ഇമോഷൻസും അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ച് നല്ല സ്ലിം ആയിട്ട് വളരെ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ടോൾ ആയിട്ടുള്ള പെമ്പിള്ളാരെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അങ്ങനെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഇറങ്ങുന്നത്. ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടുന്നത് നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാരല്ല, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പോലെയുള്ള ആൾക്കാരെ ഇട്ടതിന് ശേഷം റിയൽ ആയിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ വിശ്വസിക്കും. ഞാനാണെങ്കിൽ ഇപ്പൊ അപ്പുറത്തെ സ്ഥലത്തു നിന്ന് ഞാനാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കും. അപ്പൊ എന്നെ പോലെ ഉള്ള ആൾക്കാരും ഉണ്ടാവില്ലേ എന്നുള്ള ഒരു തോട്ടിന്റെ വഴിയിൽ നിന്നാണ് നമ്മൾ റിയൽ ബ്രൈഡ്സിന്റെ ഇമോഷൻസ് നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് കാണാൻ പറ്റും. ആ ചെറിയ സ്റ്റോറിനകത്ത് അവരുടെ ഇമോഷൻസും ഒരു സാധാരണ പെങ്കൊച്ചു മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഇറങ്ങി വരുമ്പോഴത്തേന് ആദ്യമായിട്ട് ആ വെഡിങ് ഡ്രസ്സിൽ ആ കൊച്ചിനെ കാണുമ്പോൾ ആ കൊച്ചിന്റെ ഇമോഷൻസും അപ്പന്റെ അമ്മയുടെ ഒക്കെ ഇമോഷൻസ് അത് റിയലാ. അത് നമ്മൾ പൈസ കൊടുത്ത് ഒരു ആക്ടറെ കൊണ്ട് ആക്ട് ചെയ്യിച്ചാൽ കിട്ടത്തേ ഇല്ല. അതേ സെയിം സംഭവങ്ങൾ തന്നെ നമ്മൾ അല്ലാതെ നമ്മൾ ഈ സ്റ്റോറിന്റെ ഉദ്ഘാടനത്തിന് മുന്നേ കാര്യമായിട്ട് ഒരു ആഡ് ക്യാമ്പയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് അതിന്റെ റീച്ച് എന്ന് പറയുന്നത് ഇതിന്റെ 7 അയലൊക്കത്ത് തോന്നിട്ടില്ല. അപ്പൊ റിയൽ ബ്രൈഡ്സിന്റെ റിയൽ ആയിട്ടുള്ള ഇമോഷൻസ് ആൾക്കാർ വിശ്വസിക്കും, ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്തും അത് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഞാനിതൊന്നും അത് എന്റെ ഒരു എന്നാ പറയുന്നത് എന്റെ ഒരു USP ആയിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമാണ്. കാരണം എന്നോടിപ്പോ ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരു സാരി ഇപ്പുറത്തെ സൈഡിൽ ഒരു സാരിയും വെച്ചിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്രൈസ് കൂടിയിട്ടുള്ള സാരി ആയിരിക്കും ഒരു സാധാരണ ബിസിനസ്സുകാരൻ ചൂസ് ചെയ്യുക. പക്ഷെ ഞാൻ അതായിരിക്കണം എന്നില്ല. ഞാൻ ആൾക്ക് ഏതായിരിക്കും ചെയ്യുന്നത്, നമ്മുമാണ് അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതായിരിക്കും ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെയും ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. പക്ഷെ ഇതൊന്നും ആൾക്കാര് ഇത്രയും അങ്ങനെ വിശ്വസിക്കും ഇങ്ങനെയൊക്കെ ആവുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാ. ഞാൻ എന്നാ ചെയ്യുന്നു അതെനിക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചുള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നപ്പോ എന്നോട് ആൾക്കാർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ബിഗ് ഡേ ആണ്. പിന്നെ അപ്പൊ ആ ബിഗ് ഡേ ഏറ്റവും ഇതാക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവർ ഇവിടെ വരെ വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. ഇപ്പം ദൈവം അനുഗ്രഹിച്ച് ഇപ്പം ആ സാധനങ്ങൾ ആണ് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റിയൽ ബ്രൈറ്റ്സിന്റെ സാധനമാണ് മില്യൺസിലേക്ക് എത്തിയിരിക്കുന്നത്. ഫേക്ക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ ആഡ് ക്യാമ്പയിൻസോ ഷൂട്ടുകളോ ഒന്നും അതിന്റെ ഒരു റീച്ചിന്റെ ഒരു 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 ഒന്നും ആയിട്ടില്ല അങ്ങനെ. ഒരു കല്യാണ പെണ്ണ് ഒരു ബ്രൈഡിനെ സംബന്ധിച്ച് സാരി എന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ള അല്ലെങ്കിൽ കോട്ടയത്തുള്ളത് അല്ലെങ്കിൽ കൊച്ചിയിലേക്കുള്ള കടകളിൽ നിന്ന് എടുക്കുന്ന സാരികൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള ആൾക്കാർക്കുണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഒരു കൊച്ചു ബോട്ടിക്കായിട്ട് തുടങ്ങിയിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് വലിയൊരു ഒരു സാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ള ഒരു വളർച്ചയില്ല. ജോയലിന് ഏറ്റവും വെല്ലുവിളി, ഒരു ചാലഞ്ച് ആയിട്ട് ഇരുന്നത് എന്തായിരുന്നു? ശരിക്കും എന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇത് ഈ പട്ടുസാരിയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ ഒരു ബിസിനസ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാരെ ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സിൽ പെട്ടെന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറീസ് വളരെ വളരെ കുറവാണ് ഈ ഒരു സംഭവത്തിനുള്ളത്. അപ്പം എക്സ്പീരിയൻസ് ഇല്ലായ്മ അത് പ്രശ്നം തന്നെയാണ്. കാരണം ഞാൻ എടുക്കുന്നത് ചിലപ്പം ആൾക്കാർ ഓഫ് സീസണിൽ, ഈ പറഞ്ഞതുപോലെ ഓഫ് സീസണിൽ ഇപ്പം ആൾക്കാർ എടുക്കാൻ പോകുമ്പോഴായിരിക്കില്ല ഞാൻ സാരി എടുക്കാൻ പോകുന്നത്. എനിക്കിപ്പോ സാരി എടുക്കാനായിട്ട് സമയം കിട്ടുന്നോ അപ്പൊ ഞാൻ പോയി സാരി എടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആൾക്കാർ ചിലപ്പം ഇപ്പം ഇത്രേ സ്റ്റോക്കേ ചെയ്യാവുള്ളൂ. ഞാൻ ചിലപ്പോ ഒരു സാരിയുടെ തന്നെ ചിലപ്പോ ആ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സാരിയുടെ, ഇപ്പം നമുക്ക് കുഷി കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ സാരിയുടെ പോലത്തെ എനിക്ക് നല്ല ഉറപ്പായി സാധനം. അപ്പൊ ഞാൻ കുറെ ഏറെ ഓർഡർ ചെയ്യും. അപ്പം അങ്ങനത്തെ കുറെ ഏറെ, അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ശരിയുണ്ട് തെറ്റുണ്ട് കേട്ടോ. കാരണം ആൾക്കാരെല്ലാരും പോകുമ്പോൾ കിട്ടുന്ന സാധനം ആയിരിക്കില്ല എനിക്ക് കിട്ടുന്നത്. കുറച്ചും കൂടെ യുണീക്ക് സാധനങ്ങൾ ചിലപ്പോൾ ഓഫ് സീസണിൽ ഞാൻ പോകുമ്പോഴത്തേന് എനിക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ യുണീക്ക് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ മോണോപോളി സാധനമായിട്ട് എനിക്ക് തരാറുണ്ട്. ഇപ്പൊ ഇത്തരം പീസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മാത്രമേ ആ സാധനം കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന് പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും ഇപ്പുറത്തെ സൈഡിൽ ഒരു നെഗറ്റീവും കൂടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് ഇപ്പൊ ആൾക്കാർ പറയും എടുത്തോ ചെയ്തോ എന്ന് പറയുമെങ്കിലും നമ്മൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റും ബാക്കി സാധനങ്ങളും ഒക്കെ ഞാൻ ഇത് കുറച്ച് വീക്കാണ്. ഇപ്പം അത് ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ അപ്പനും കൂടെ വന്നതിന് ശേഷമാണ് അത് കുറച്ചും കൂടെ ഇന്ന് ഒരു ബേസ് കുറച്ചും കൂടെ ശരിയാവുന്നത്. പിന്നെ എന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനകത്തും ഇടപെടാൻ നിൽക്കും. ഇപ്പം ഓൾറൗണ്ടർ എന്ന് പറയുന്നില്ലേ, ഇപ്പം മാർക്കറ്റിംഗ് മുതല് ഫൈനാൻസ് മുതല് ഇപ്പുറത്തെ ഇവിടെ മുതല് സെയിൽസ് മുതല് എല്ലാ പർച്ചേസ് മുതല് എല്ലാം ഈ എന്റെ കൈകളിലും കൂടെ കൊണ്ടുപോയാലേ ശരിയാവത്തുള്ളൂ എന്നുള്ളൊരു തോട്ടാണ് എനിക്ക്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, അതുപോലെ കസ്റ്റമർ വരുമ്പോഴും ജോയിലിനെ വിളിക്കാൻ പറയും, ജോയില് വരട്ടെ എന്ന് പറയും. അപ്പം അങ്ങനെ വരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ കുറെ പേഷ്യൻസ് ഇങ്ങനെ നേരെ ഡോക്ടർ ജോയലിനെ കാണണമെന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇങ്ങനെ നിരന്നിരിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്ത ഒരാളെന്നുള്ള വിധത്തിൽ എനിക്ക് അങ്ങനെ പറയുന്നതും കേൾക്കുന്നതും പോകുന്നതും ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം. പക്ഷെ നമുക്ക് ചെയ്യുന്നതിനകത്തൊരു പരിധി ഉണ്ടാവും, കുറച്ചും കൂടെ ലിമിറ്റേഷൻസ് വരും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു വീവറെ കണ്ടുപിടിക്കുന്നത്. അപ്പോ തന്നെ അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ഈ എവിടുന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പാർസൽ സർവീസ് വഴിയാണോ ഏത് വിധത്തിലാണോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടുപിടിക്കുകയും ഏതാണ്ട് അതേപോലത്തെ സാധനങ്ങൾ തന്നെ നമ്മളെക്കാളും എനിക്കറിയാം. എന്റെ ഒരു പ്രൈസിങ് എനിക്കറിയാം. ഞാൻ ഒരു മാർജിൻ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എനിക്കറിയാം ബാക്കിയുള്ള ആൾക്കാരെ അതിനേക്കാളും ഒരു ഇച്ചിരിയും കൂടെ താത്തിയായിരിക്കും ഞാൻ എന്റെ മാർജിൻ ഇട്ടിട്ടുണ്ടാവുക. അപ്പം അതിനേക്കാളും കുറവാണെന്ന് അറിയാൻ വേണ്ടി അവർ എന്നെക്കാളും ഭയങ്കരമായിട്ട് പ്രൈസ് കുറവിൽ ഇത് മാത്രം വിൽക്കുമ്പോൾ അപ്പൊ ആൾക്കാർ പറയുന്നത് അവിടെ കണ്ടോ എന്നുള്ളൊരു സാധനം, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ചെയ്യാറുണ്ട്. അപ്പം ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നും കുറെ ഏറെ ചലഞ്ചസ് ഉണ്ടെങ്കിലും ഇതൊന്നും ഭയങ്കര കാര്യമായിട്ട് എന്നെ അഫക്ട് ചെയ്തിട്ടില്ല. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എപ്പോഴും എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ
ഒരു ഏഞ്ചൽസിന്റെ വ്യൂഹം എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ വീഴുന്നതിന് മുന്നേ ഇങ്ങനെ താങ്ങാനായിട്ട് ഇങ്ങനെ അങ്ങനെ ഇന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് ഈ റീസെന്റ് വരെ ഉള്ള ഒരുപാട് എക്സ്പീരിയൻസസ് എനിക്ക് അങ്ങനെ ഉണ്ട്. വീഴും എന്ന് വിചാരിച്ച് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് പിടിച്ചങ്ങോട്ട് കയറ്റുന്ന ഒരു സാധനം ഞാൻ എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ, പക്ഷെ ഞാനൊരു ഭയങ്കര നല്ല മനുഷ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം എന്റെ പ്രായമുള്ള ഒരു ആമ്പിള്ളേരെല്ലാം എങ്ങനെയാണോ എന്തൊക്കെയാണോ അങ്ങനെ തന്നെ ഉള്ള ഒരു സാധാരണ മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷെ ആ, നന്ദിയുള്ളവനായിരിക്കും ഞാൻ എന്നും. കാരണം ഞാന് ആ, വന്ന വഴിയും തന്നിരിക്കുന്ന ഇതൊന്നും എനിക്ക് ഒരിക്കലും അവകാശപ്പെട്ട ഒരു സംഭവം. ഇപ്പൊ നമ്മൾ മാം ഇത്രയും കാര്യമായിട്ടൊക്കെ എന്നെ പറ്റി പറഞ്ഞാലും നാളെ എനിക്കറിയാം, നാളെ ഞാനൊരു ഡൗൺഫോൾ ഒരിടത്ത് കുറഞ്ഞു പോയെങ്കിൽ ഈ 10 സാരിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് വിറ്റ് പോയില്ലായിരുന്നെങ്കിൽ അത് തന്നെ ആയിരുന്നായിരിക്കണം എന്റെ ഏറ്റവും വലിയ എല്ലാരും പറയുന്ന ഈ ചെറുക്കൻ പിന്നെയും ഇത് തന്നെ അപ്പന്റെ പൈസ മുടിപ്പിക്കുക എന്ന് പറയുന്ന സാധനം തന്നെയാണ്. അത് വിറ്റ് പോയത് കൊണ്ട് അതൊരു ഭയങ്കര വലിയ കാര്യമായി. അപ്പം ഇതൊക്കെ ഈ ജോലി തന്നെയായിരുന്നു പണ്ടും ഉണ്ടായിരുന്നത്. പണ്ട് ആരും എന്നെ നോക്കിയിട്ട് ഉണ്ടായിരുന്നില്ല. ആരും ആൾക്കാരെ സംസാരിക്കാൻ പോലും മടി കാണിച്ചിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആൾക്കാർ ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്നു. അപ്പം ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു നല്ലതുണ്ടാവുമ്പോ എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യും, അല്ലാത്തപ്പോഴത്തേക്ക് നേരെ തിരിച്ചു. അപ്പം ഐ ഡോണ്ട് ഡിസേർവ് ഓൾ ദീസ്. ഈ സാധനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന, ഇപ്പം അനുഭവിക്കാൻ തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ മാക്സിമം എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അധ്വാനിക്കാൻ നോക്കാം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ജോയലിന്റെ പേജുകളിലൊക്കെ കാണുന്നത് ഒരു ബ്രദർ സിസ്റ്റർക്ക് റെഡിയാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാരിയുടെ ഇത് നോക്കുന്നത്, അല്ലെങ്കിൽ അമ്മ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് തന്നെയാണ് ജോയൽ അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. അവരുടെ ആ കുടുംബമായിട്ടും ശരിക്കും അറ്റാച്ച്ഡ് ആയിട്ട്, ഇവരുടെ ഈ ഫാമിലിയുമായിട്ട് എങ്ങനെയാ ഇത്ര കണക്ട് ആകാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മള് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പ്രായം ഒരു കറക്റ്റ് പ്രായത്തിലാണ് ഞാൻ ഈ സംഭവം തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ഇപ്പം ബ്ലൗസ് എനിക്ക് അറിയത്തില്ല, ബ്ലൗസ് എന്നാന്നും എനിക്കറിയത്തില്ല, സ്റ്റിച്ചിങ് എന്നാന്ന് അറിയത്തില്ല, ആംബിറ്റ് എന്നാന്ന് അറിയത്തില്ല. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു കട്ട് ഇത് ശരിയായിട്ടില്ല, ഞാൻ ശരിയാക്കി തരാം, ഞാൻ ശരിയാക്കി തരാം. ഇവരെന്നോടായിരിക്കും ഈ പറയുന്നത്. അപ്പൊ ഞാൻ ചെന്ന് മാസ്റ്ററോട് പറഞ്ഞു അത് ശരിയാ. അപ്പം ഞാൻ പറയുന്നത് ഈ 100% എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഈ ബാക്കിയുള്ള ബ്രാൻഡുകൾ അവകാശപ്പെടുന്ന പോലെ ഒരു എററും ഉണ്ടാകത്തേ ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. മനുഷ്യൻ ചെയ്യുന്ന കാര്യം ഇതല്ല. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ഉണ്ടെങ്കിലും മാക്സിമം എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് സോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള വിധത്തിൽ. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന അപ്പുറത്തെ സൈഡിൽ നിന്ന്, ഞാൻ എന്റെ സ്റ്റാഫിനോടും എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളുടെ സാധനം അല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളൊരു കസ്റ്റമർ ആയിട്ട് അവിടെ ഇരുന്ന് നോക്കിയാലേ നമുക്ക് ഇത് എന്നതാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, അപ്പം എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എന്റെ പ്രായക്കാരായിരിക്കും ഇപ്പൊ കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് എന്നെക്കാളും മൂത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ മക്കളുടെ പ്രായം പോലും ഇല്ലാത്തൊരു കൊച്ചൻ തുടങ്ങിയ ഒരു സംഭവം എന്നുള്ളൊരു തോന്നല് ഈ അപ്പന്മാർക്കും അമ്മമാർക്കും നമ്മളോട് ഉണ്ടാവും. ഒരു സ്നേഹം കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ ഈ നമ്മളുടെ പ്രായക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇത് വന്ന് എടുക്കാൻ വരുന്നത്. അവർക്ക് നമ്മളോട് ഒരു സ്നേഹവും ഒരു ഇഷ്ടവും. അപ്പം അവരെ തന്നെ നമ്മൾ കാണാറുണ്ട്. അവര് ഒരുപക്ഷെ ചില ആൾക്കാരെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ സംഭവം വരുമ്പോഴത്തേന് ആൾക്കാര് ഒരു എമ്പതി എന്ന് പറയുന്ന സംഭവം ഇല്ലേ, അങ്ങനെ ഒരു സാധനവും നമ്മളുടെ വളരെ ഫേവറബിൾ ആയിട്ട്. എമ്പതി എന്ന് പറയണ്ട ജോയിൽ, അതൊരു സ്നേഹമായിട്ട് അങ്ങ് കരുതിയാൽ മതി. അത് സ്നേഹമാണ് അത്. അല്ല, തീർച്ചയായിട്ടും അതെ. ഇതിനുള്ള ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിക്കുക എന്ന് വെച്ചാൽ, നമ്മളോട് ആൾക്കാര് എവിടെയോ കിടക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ജോയിലെ എടാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുക. ഇപ്പൊ അമ്മേനെ എവിടെയെങ്കിലും ആൾക്കാർ കാണുകയാണെങ്കിൽ അമ്മയോട് പോയി സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് അമ്മയ്ക്കുള്ള ഒരു സന്തോഷം ഇത് കാണുമ്പോഴത്തേന് ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മോർ ദാൻ ഈ ഒരു ഇതിനേക്കാളും കൂടുതൽ അച്ചീവ്മെന്റ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയൊക്കെയോ കിടക്കുന്ന ആൾക്കാരൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്നോട് ഞാൻ 2 വിധത്തിൽ കണ്ടിട്ടുണ്ട്. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സ്റ്റോറി വരിക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇത് കാണുകയും നോക്കുകയും ചെയ്യുമ്പോഴത്തേന് അവരോട് ആൾക്കാരെ അപ്രോച്ച് ചെയ്യത്തില്ല, അതേ എന്ന് മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ നമ്മുടെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് വന്നങ്ങ് സംസാരിക്കുക. അമ്മ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ BP കുറഞ്ഞിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. അവിടെയുള്ള നേഴ്സുമാർ ആന്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്, എന്ന് വെച്ചാൽ ഇത്രയോ കാലം അറിയാവുന്ന ഒരാളോട്. അപ്പം ഞാൻ ഇത്രയും കാലത്തെ ഉള്ള എന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിട്ടാണ്. ഇത്രയും ആൾക്കാരുടെ ഒരു സ്നേഹം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട് അങ്ങനെ.
That's so nice. നമ്മുടെ ഈ ഡിസൈനിനെ കുറിച്ചും ഈ ക്രാഫ്റ്റിങ്ങിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ ബ്രൈഡ് ഡിസൈനുകൾ ഒരു നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഡിസൈൻ എന്നുള്ളത്. അതുപോലെ ഹിന്ദുക്കളുടെ ബ്രൈഡ്സിന് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. ഈ പാരമ്പര്യം എന്ന് പറയുന്നതിന്റെ ഒരു തനിമ ചോർന്നു പോകാതെ ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്ന ഒരു മോഡേൺ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ജോയിൽ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെയാ അതിനെങ്ങനെയാ ഇതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്? അപ്പൊ അതെങ്ങനെയാ അതിന്റെ ഒരു കണക്ഷൻ എങ്ങനെയാ? ഞാനിപ്പോ നേരെ തിരിച്ചാ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒരിക്കലും പ്രിഫർ ചെയ്യാത്ത കളേഴ്സ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ്സിലെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് കളേഴ്സ്, വലിയ ബോർഡേഴ്സ്, ഗോൾഡ് സെറി, ഇങ്ങനത്തെ സാധനങ്ങള് സാധാരണഗതിയിൽ ക്രിസ്ത്യൻ ബ്രൈഡ്സിന്റെ തലയിൽ പോലും പോകാത്ത ഒരു സാധനമാണ്. പക്ഷേ അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ട്രഡീഷണൽ കാഞ്ചീപുരം സാരി ഫോർ എ ക്രിസ്ത്യൻ ബ്രൈഡ് വിത്ത് എ മോഡേൺ ടച്ച്. ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ആയിരിക്കും, ഒരു ഇല്യൂഷൻ ബാക്ക് ആയിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ട് ഇട്ടിട്ട് ട്രഡീഷണൽ കാഞ്ചീപുരം സാരിയെ ഇത് ചെയ്തിട്ട് അങ്ങനത്തെ സാധനം ചെയ്യാൻ ഞാൻ ശ്രമിച്ചത് ഭയങ്കരമായിട്ട് ഹിറ്റായി. ഇപ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ട്രെൻഡ് തന്നെയായി. അതായത് ട്രഡീഷണൽ കാഞ്ചീപുരം സാരി ഒരു ഫോർ എ ക്രിസ്ത്യൻ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ എലിറ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ബ്രൈഡിന്റെ ഒരു ലക്ഷണമാണ്. ഇപ്പോൾ മനസ്സമ്മതത്തിന് ഈ മോർ ദാൻ ലെഹങ്ക ഒരു റിച്ച് കാഞ്ചീപുരം സാരി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചിലപ്പോൾ ഞാൻ അതിനകത്ത് കൊടുക്കുന്ന ഒരു ടച്ച് എന്ന് പറയുന്ന ഒരു ഫുൾ സ്ലീവ് ബ്ലൗസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് പെട്ടെന്ന് ഒരു മോഡേൺ ടച്ച് അതിനകത്ത് വരും. ക്രിസ്ത്യൻ ബ്രൈഡ്സ് എപ്പോഴും പുതിയ പുതിയ സാധനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ബ്രൈഡ്സ് ആണ്. ഇപ്പം നമ്മൾ ഈ ബ്രൈഡുകളിൽ എല്ലാത്തിനും നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ മുസ്ലിം ബ്രൈഡ്സ് ആൻഡ് ഹിന്ദു ബ്രൈഡ്സ്, ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആയിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം, അപ്ഡേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീട്ടുകാരാണെങ്കിൽ ഒരു സ്ലീവ്ലെസ്നെസ്സിനും ആദ്യം ഓക്കെ പറയുന്നത് ഒരു പക്ഷേ ക്രിസ്ത്യൻ ബ്രൈഡ്സിലാണ്. പക്ഷെ അതേസമയം മുസ്ലിം ബ്രൈഡ്സിന് അത് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദു ബ്രൈഡിന് അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനകത്തുള്ള ഭയങ്കര ചാൻസസ് വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു പുതിയൊരു സാധനം ആൾക്കാർ ചെയ്യണം എന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് വളരെ കുറവാണ്. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേ. ഹിന്ദു ബ്രൈഡ്സിന് നേരെ തിരിച്ച് ക്രിസ്ത്യൻ ബ്രൈഡ്സിന്റെ അല്ലെങ്കിൽ മുസ്ലിം ബ്രൈഡ്സ് സാധാരണ ബ്രൈറ്റർ കളേഴ്സ്, ഹിന്ദു ബ്രൈഡ്സ് ഓൾവേസ് ബ്രൈറ്റർ കളറും അങ്ങനത്തെ സെറി അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിന് പകരം ദിയയുടെ കല്യാണത്തോടു കൂടി ആ സാധനം നമ്മള് പൊളിച്ചെടുക്കും, പൊളിച്ച് ഇളക്കി എന്ന് പറയാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിന്ദു ബ്രൈഡ്സ് ചോദിക്കുന്നത് സോഫ്റ്റ് കളേഴ്സും പേസ്റ്റൽ കളേഴ്സും. ഞാൻ അതിലേക്ക് വരാൻ പോവായിരുന്നു. അതായത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒന്നായിരുന്നു നമ്മുടെ ദിയ കൃഷ്ണകുമാറിന്റെ വിവാഹവും. അതിൽ ദിയ അണിഞ്ഞ മനോഹരമായിട്ടുള്ള എംലോഫ്റ്റ് ബ്രൈഡൽ ഔട്ട്ഫിറ്റ്. ദിയയുടെ മാത്രമല്ല അവരുടെ ഫാമിലി മുഴുവൻ ഇട്ടിരുന്നു ആ പേസ്റ്റൽ കളേഴ്സിലെ എല്ലാ സാരീസും. നമ്മുടെ എസ്പെഷ്യലി ദിയയുടെ സാരി വാസ് സോ സ്റ്റണ്ണിങ്. ആ ഗോർജിയസ് ആയിരുന്നു. അഹാനയുടെ സാരി, ഇല്ല അവരുടെ എല്ലാവരുടെയും സാരി പറയാൻ പറ്റും, വാക്കുകളില്ല. ആ കളർ കോമ്പിനേഷൻസ്, സെലക്ഷൻ, എവറിത്തിങ് വാസ് സോ നൈസ്, സോ ഗുഡ്. അപ്പൊ അതിൽ വളരെ യുണീക്ക് ആയിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ആ ഡിസൈനിലേക്ക് എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത, പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ സ്റ്റോർ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തില്ലാത്തൊരു സംഭവമായിരുന്നു അത്. ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യാന്ന് പറയുന്നത് കാരണം ഞാൻ ചെയ്യുക മാത്രമാണ്, ഫലം തരുന്ന ദൈവമാണ്. അത് ഞാൻ ഇന്നും അന്നും വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് റീച്ച് ഔട്ട് ചെയ്ത് നോക്കി. ദിയ സാധാരണഗതിക്ക് പെട്ടെന്നൊന്നും മെസ്സേജിന് റിപ്ലൈ തരുന്ന ഒരാളല്ല. അത് ഈവൻ ഇപ്പം ഞങ്ങള് ഭയങ്കര കൂട്ടാ. പക്ഷെ എന്നാ പോലും ദിയ കറക്റ്റ് ആയിട്ട് ആ സമയത്തൊന്നും ഇപ്പം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിരിക്കും ദിയ കാണുന്നത്. അപ്പം അങ്ങനെ ഒരാളാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചപ്പോഴത്തേന് ദിയ റിപ്ലൈ തന്നു. ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ദിയ റിപ്ലൈ തരും എന്ന്. പക്ഷെ ദിയ റിപ്ലൈ തന്നു. അതിനുശേഷം ഞാൻ ദിയയുടെ മനസ്സിൽ ഒരു സാരി ഉണ്ടായിരുന്നു. അപ്പൊ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സാരി ഞാൻ അയച്ചു കൊടുത്തു. ദിയ ഒരുപാട് സ്ഥലത്ത് തിരക്കിയെങ്കിലും അങ്ങനത്തെ ഒരു സാരി ദിയ വേറെ നമ്മുടെ നാട്ടിലുള്ള ബ്രാൻഡ്സിന് എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ദിയ ഇങ്ങനെ കൺസെപ്റ്റ് തന്നു. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തു. ആ സാരി വന്നപ്പോ അവർക്ക് ശരിക്കും ആ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന കളറൊന്നും അല്ല കേട്ടോ, അതിനേക്കാളും ഭയങ്കര എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഒരു സാരി ആയിരുന്നു ദിയയുടെ സാരി.
ദിയയുടെ സാരി ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള സാരികളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു ദിയയുടെ സാരി. പക്ഷെ അതിന്റെ കളർ ഒന്നും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫോട്ടോസിനകത്തും വീഡിയോസിനകത്തും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഇന്നും എനിക്കുണ്ട്. പക്ഷെ അതിന്റെ എന്നാ കാര്യം എന്ന് വെച്ചാൽ അതൊരു ടർക്കോയിഷ് ബ്ലൂവിന്റെ ഒരു ഷെയ്ഡായിരുന്നു. ഒരു നല്ല ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ആരും നമ്മുടെ നാട്ടിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു കളർ. ഗ്രീനിഷ് കളറാ വരുന്നത് അല്ലേ? ഒരു ഗ്രേ പോലത്തെ ഒരു കളർ പോലെയാ ഈ ഫോട്ടോസിനകത്തൊന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ടർക്കോയിഷ് ഒരു ഷെയ്ഡാണ്. അപ്പൊ അതിനകത്ത് പല പല കളേഴ്സ്, മീനാക്കാരിയിലെ പല പല കളേഴ്സ് ബ്ലെൻഡ്, ഒരു പിങ്ക് ഉണ്ട്, ഒരു അങ്ങനത്തെ കുറെ കളേഴ്സ് ഉണ്ട്, ഫിഗേഴ്സ് ഉണ്ട്. ഫിഗേഴ്സിനകത്തും നമ്മൾ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ബേർഡി മോട്ടീവ്. നമ്മൾ സാധാരണ ഗണത്തി ഉള്ള കാണുന്ന മോട്ടീവ്സ് ഒന്നും അല്ല, ബേർഡി മോട്ടീവ്സ്. അതിനകത്ത് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യൽ ടാസൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലും ബേർഡ്സിനെ പോലെ ഉള്ള ടാസൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ടുള്ള ബ്ലൗസ്, അതിലേക്ക് മുഴുവൻ സ്റ്റോൺസും സെമി പ്രഷ്യസ് സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ദിയയുടെ. അഹാനയുടെ സാരി ആണെങ്കിലും ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും, എന്ന് വെച്ചാൽ ഇത്രയും ഒരു ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരു 1.5 വർഷത്തോളം എല്ലാ സ്റ്റോറിലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വരെ ഇറങ്ങിയ അത്രയും ഹിറ്റ് ആയിട്ടുള്ള ഈ റീസെന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എവിടെയും അത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു സാരി ഇല്ല. അഹാനയുടെ സാരി വാസ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അത്രയും ബ്ലൗസ് സാന്റിനി എന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ ദിയയുടെ ബ്ലൗസ് നമ്മളാ ചെയ്തത്. അഹാനയുടെ ചെയ്തിരിക്കുന്നത് സാന്റിനി എന്ന് പറയുന്ന ഡിസൈൻ. അവര് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കളർ കോമ്പിനേഷൻ എല്ലാം നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാം നല്ല. അത് അവരുടെയും കൂടി അവരുടെ ഇതിനകത്ത് ഫുൾ പാർട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ ഒരു തോന്നലില് ഈ അഹാനേക്കാളും കൂടുതല് നമ്മുടെ അഹാനയുടെ അമ്മ ഭയങ്കര ഫാഷൻ സെൻസ് ഉള്ള ഒരാളാണ്. ആന്റിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഇങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടുന്നത് അത് ദ ബെസ്റ്റ് ഫോർ ദം എന്നുള്ളത് ആന്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആന്റി ഓക്കെ എന്ന് പറയുന്നുള്ളൂ. അപ്പൊ അത് പുള്ളിക്കാരിയുടെ ഒരു മെയിൻ, അതിന്റെ ക്രെഡിറ്റ് ഫുള്ളി എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. പുള്ളിക്കാരിയുടെ ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് നമുക്ക് സിന്ധു കൃഷ്ണകുമാറിനും കൂടെ കൊടുക്കാം. അപ്പൊ കുറച്ച് എന്തായാലും അത് എനിക്ക് തോന്നുന്ന ആ ഒരു കല്യാണത്തിന് ശേഷമാണ്, ദിയയുടെ മാരേജിന് ശേഷമാണ് ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ ആയത്. ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്കുള്ള ഒരു ചേഞ്ച് വന്നു തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു തമിഴ് സെലിബ്രിറ്റിയുടെ ഒരു ജനനിയുടെ കല്യാണത്തിന് നിങ്ങളായിരുന്നു സ്റ്റൈലിംഗ് ചെയ്യുന്നത്. അതും ഒരു നല്ലൊരു മാസ്റ്റർ പീസ് ആക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആൾക്കാരൊക്കെ അതും സംസാരിക്കുന്നുണ്ട്. അതിപ്പോ കേരളത്തിന് പുറത്ത് എംലോഫ്റ്റിൻ്റെത് അവിടെയും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാണ്, ആ പ്രോജക്റ്റ് എങ്ങനെയായിരുന്നു അത്? ഈ ദിയയുടെ കല്യാണം കഴിഞ്ഞപ്പോ മുതല് ജനനി എന്നോട് പറഞ്ഞ ആ സമയം മുതല് നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു, ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ജനനി പറഞ്ഞു. അങ്ങനെ ജനനിയുടെ എൻഗേജ്മെന്റിന് ശേഷം എന്നെ റീച്ച് ഔട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സാരി, അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തമിഴ് സെലിബ്രിറ്റി വെഡിങ്, അപ്പം ജ്വല്ലറി ഒക്കെ അവിടുത്തെ ഏറ്റവും വലിയ ഏതോ ഒരു വലിയ ബ്രാൻഡാണ് കൊടുത്തത്. അങ്ങനെ എല്ലാം ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടത്തിൽ നമ്മള്, അപ്പം ദ ബെസ്റ്റ് ഫോർ ഹർ എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഗോൾഡൻ കളർ വേണം എന്ന് ജനനിയുടെ ആഗ്രഹമായിരുന്നു. അപ്പം ഗോൾഡിന്റെ ഈ ഒരു 4-5 സാരിയെങ്കിലും നമ്മൾ അതിനു വേണ്ടി വീവി ചെയ്യിച്ചിട്ടുണ്ട്. ഫൈനലി ഈ സാരിയാണ് ജനനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം അതിലേക്ക് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത പോലത്തെ മോട്ടീവ്സ് ആണ് നമ്മൾ ഹാൻഡ് വർക്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ബ്ലൗസും ഡിസൈൻ ചെയ്തതും, ബ്ലൗസും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വിധത്തിലാണ് ബ്ലൗസും ചെയ്ത്. എന്തായാലും അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എംലോഫ്റ്റിലേക്ക് വരുന്നുണ്ട്. ഒരുപാട്, ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും തന്നെ ഒരു തമിഴ് കസ്റ്റമർ എങ്കിലും ഉണ്ടാകാതിരിക്കാറില്ല. അങ്ങനെ നന്നായിട്ട് തന്നെ അതിനൊരു നല്ല ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ പോലത്തെ ടേസ്റ്റ് തമിഴ്നാട്ടിൽ കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുപോലെ അതായത് പേസ്റ്റൽ കളേഴ്സും സോഫ്റ്റ് കളേഴ്സും, അല്ലെങ്കിൽ നമ്മളുടെ കൈൻഡ് ഓഫ് ഒരു ജെറിയുടെ സ്റ്റൈലും അങ്ങനത്തെ സംഭവങ്ങള് തമിഴ്നാട്ടിലെ സ്റ്റോറുകളിൽ കിട്ടാൻ ഇച്ചിരി പാടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബ്രൈഡ്സ് ഉണ്ട്. കേരള ടേസ്റ്റ് ഓഫ് സാരി, ഇപ്പൊ നിങ്ങൾ കൊച്ചിയുടെയും കോട്ടയത്തിന്റെയും കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ കൈൻഡ് ഓഫ് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബ്രൈഡ്സ് തമിഴ്നാട്ടിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാര് നമ്മളെ ഇപ്പം റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ നൂർ കളക്ഷൻ, പവിത്ര പട്ടുപെട്ടി തുടങ്ങി ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റുകളിൽ
അതെങ്ങനെയാ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച ബ്രൈഡൽ സ്വപ്നങ്ങള് ആ പെട്ടി തുറക്കുമ്പോൾ അതെങ്ങനെ പൂർണ്ണമാവുന്നു, അതെങ്ങനെ ആ ഒരു ഇതിലേക്ക് ജോയിൽ എത്തിയത് എങ്ങനെയാണ്? അതൊക്കെ എങ്ങനെയോ എത്തി. എങ്ങനെയോ എത്തി. പാരീസ് ടു കേരള എന്ന് പറഞ്ഞ നിരവധി ഈ ആൾക്കാരുടെ ഈ സ്റ്റോറികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ വിദേശത്ത് ജീവിക്കുന്ന മലയാളി പെൺകുട്ടികള് അവരുടെ റൂട്ട്സ് എപ്പോഴും ഇവിടെയാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ പോലും നമ്മുടെ റൂട്ട്സ് കാണിക്കാനായിട്ട് സാരിയും ഇതൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അങ്ങനെയുള്ള ഒരു ഗ്ലോബൽ ലൈഫ് സ്റ്റോറി എങ്ങനെയാണ് ഈ ട്രഡീഷണൽ അവരുടെ വസ്ത്രത്തിലേക്ക് അതെങ്ങനെ നെയ്തെടുക്കുന്നത്, അതെങ്ങനെയാ? എന്റെ ഒരു ഇത് വെച്ചിട്ട് എന്റെ അമ്മയ്ക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല മര്യാദയ്ക്ക്. പക്ഷെ എന്റെ പെങ്ങൾക്കും ഭാര്യയ്ക്കും നല്ല വൃത്തിക്ക് സാരി ഉടുക്കാൻ അറിയാം. ഈ സെയിം സാധനം തന്നെയാണ് പുറത്തോട്ട്. ഇപ്പം എന്നോട് ആൾക്കാർ പറയാറുണ്ട് ഇനി സാരിയുടെ ട്രെൻഡൊക്കെ മാറാൻ പോവാ, സാരിയൊക്കെ ഇനി അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ അവർക്ക് സാരിയുടെ പറ്റിയേ അറിയത്തില്ല. പക്ഷെ ഞാൻ പറയും സാരിയുടെ ഒരു കൾച്ചർ തന്നെയാവും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതലായിട്ടുള്ള നമ്മുടെ കൾച്ചറൽ പരിപാടികൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ പുറത്താണ്. ഇപ്പൊ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ബാക്കിയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ TV കണ്ടിട്ട് വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഈ ഗെറ്റ് ടുഗദേഴ്സും ഇതൊക്കെ വളരെ കുറവാണ്, വല്ല എന്തെങ്കിലും വളരെ വിരളമായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അവിടേക്കാണ് കൂടുതലും ഗെറ്റ് ടുഗദേഴ്സ് ഉള്ളത്. അപ്പൊ അവിടെ ഗെറ്റ് ടുഗദേഴ്സ് വരുമ്പോഴത്തേനും ദേ വിൽ മേക്ക് ഷുവർ അവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതും അത് എത്നിക് വെയറിലാണെന്നുള്ളതും മിക്കവാറും ശ്രദ്ധിക്കാറുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു എന്തുമാത്രം പെൺപിള്ളേരാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. നാട്ടിലുള്ള ആൾക്കാരല്ല, ഞാൻ സാരീസ് എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരു കൾച്ചർ അങ്ങോട്ട് ഉണ്ടാകുക ഇവിടെ നമ്മുടെ നാട്ടിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സമയം ഒരുപാട് തിരക്കില്ലെങ്കിൽ ഒരു NRI ഒരു പെങ്കൊച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഒരു മേക്ക് ഓവർ അങ്ങ് കൊടുക്കും. വളരെ സാരി ഉടുത്തിട്ടില്ലേ, വാ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് സാരി ഉടുത്ത് അവരെ തന്നെ കാണുമ്പോഴത്തേന് എനിക്ക് ഉറപ്പാ അവര് മരിക്കുവോളം അവര് സാരി ഉടുക്കും. കാരണം സാരിയിൽ ഒരു പെങ്കൊച്ചിനെ കാണുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ വേറൊരു ഒറ്റ ഔട്ട്ഫിറ്റില് ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോ എന്റെ ഭാര്യ ആയിക്കോട്ടെ, എന്റെ പെങ്ങളായിക്കോട്ടെ, എന്റെ അമ്മ ആയിക്കോട്ടെ, ആരായാലും വേറെ ഏത് ഔട്ട്ഫിറ്റിനേക്കാളും ഒരു സ്ത്രീ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്റെ കണ്ണിൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ആൺപിള്ളേരായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങളുടെ കണ്ണിലും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഡെഫിനറ്റ് ആയിട്ട് അതുപോലെ തന്നെ അവർക്കും അതൊരു കോൺഫിഡൻസ് ആണ്. അതായത് ഞാൻ വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാരി ഉടുത്തോണ്ട് എന്റെ വൈഫ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എടി അവളിപ്പം ക്യാരിങ് ആണ്, പക്ഷെ എന്നാലും അവള് സാരി ഉടുക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. കാരണം സാരി ഉടുത്തിട്ട് അവൾ നടക്കുന്ന ഒരു പവർഫുൾ പവർ നടത്തുമെന്ന് ഞാൻ പറയും. അതുപോലെ അല്ല ഒരു സാധാരണ ഇങ്ങനെ ഇങ്ങനെ സാധാരണ ഒരു കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സാണ് കാഷ്വൽ ആന്ന് പറഞ്ഞിട്ട്. കാഷ്വൽ ഒരു സാധനം വരുമ്പോഴത്തേന് ആൾക്കാർ നമ്മളെ കാണുന്ന വിധവും കാഷ്വൽ ആയിരിക്കും. അത് ഞാൻ പറയായിരുന്നു. ഉറപ്പായിട്ടും സാരിയുടെ ഒന്നും ഒരു ട്രെൻഡ് അല്ലെങ്കിൽ നമ്മുടെ എത്നിക് വെയറിന്റെ സാധനം അതിപ്പോ എത്ര പോയി എത്ര നാട്ടിലെ ആൾക്കാരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് കൂടത്തേ ഉള്ളൂ, കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ റൂട്ട്സ് കൂടുതൽ സ്ട്രോങ് ആവത്തേ ഉള്ളൂ. നമ്മള് അടുത്ത് നമ്മളൊരു പെട്ടെന്നൊരു നമ്മുടെ ഈ ഒരു സെഷന് പേരിട്ടിരിക്കുന്ന ഹൃദയ താളം എന്നാണ് നമ്മൾ ഈ ഒരു സെഷന് പേരിട്ടിരിക്കുന്നത്. വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങളാ, പെട്ടെന്ന് ഉത്തരം പറയുന്ന ചോദ്യങ്ങളാണ്. ജോലിന് ഇഷ്ടമുള്ള നിറം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? ബ്ലാക്ക്. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഡിസൈനർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ പെട്ടെന്ന് മനസ്സിലാക്കി? ഓക്കെ. സാരിയാണോ ലെഹങ്കയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാരി. ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടിട്ടാണോ ഡിസൈൻ ചെയ്യുന്നത്? അതോ എന്തെങ്കിലും വർത്താനം അമ്മൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിട്ടാണോ ഡിസൈൻ ചെയ്യുന്നത്? അങ്ങനെയൊക്കെയാണോ? ഒന്നുമല്ല. അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഒരുപാട് ഫീഡ്ബാക്സ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും ഉണ്ട്. അതായത് ഒരു പ്രാവശ്യം നമ്മളുടെ മന്ത്രകോടി നമ്മുടെ ഇവിടുന്ന് എടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇതിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടല്ല, നമ്മൾ ഈ ബ്ലൗസ് മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ടാസിൽസ് വലിക്കത്തില്ലേ, അപ്പൊ അതിന്റെ ഈ സൈഡിലായിട്ട് ചെറിയൊരു ഈ ഇവിടെ നമ്മള് ഇത് ചെയ്തില്ല, നൂല് വലിച്ചില്ല, കട്ടായി പോയതല്ല.
പക്ഷേ ഈ പെങ്കൊച്ചിന്റെ പിറ്റേ ദിവസമാണ് കല്യാണം. തലേ ദിവസം ഈ ചെറുക്കന്റെ വീട്ടുകാർ അത് എടുത്ത് നോക്കുമ്പോഴത്തേനാണ് ഈ സംഭവം കാണുന്നത്. അപ്പം അവർക്കത് ഫീൽ ചെയ്തത് അതൊരു കട്ടാണ്. കല്യാണ സാരി കീറിപ്പോയി. അതെന്ന് പറയുന്നത് ദുശകുനമായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, എന്നെ ഫോണിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, എന്നെ വിളിക്കുന്നത് രാത്രി ഒരു 9:30 10 മണി എങ്ങാണ്ട് ആയപ്പോഴത്തേനാണ്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, അത് കട്ടായതല്ല, ഇവിടുന്ന് ടാസിൽസ് വലിച്ചിട്ടില്ല. ഇവിടെ എന്ന് വെച്ചാൽ ത്രെഡ് വലിക്കാത്തത് കൊണ്ടുണ്ട ഒരു സംഭവമാണ്. അപ്പം ഈ കൊച്ചു പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ അവർക്കതൊരു ഇതായിട്ടാണ് തോന്നുന്നത്. അപ്പം ജോലി എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് 10 മണിയായി, നമ്മുടെ സ്റ്റാഫ് എല്ലാരും ഉറങ്ങി. ഞാൻ പറഞ്ഞു, ഇവിടെ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യാം. പക്ഷെ ഇത് ചെറുക്കന്റെ വീട്ടിലായിരിക്കുന്നത്. ചെറുക്കന്റെ വീട് ട്രിവാൻഡ്രം കഴിഞ്ഞു പോകണം. അപ്പോ അവരത് കൊണ്ടുവരത്തില്ല. പിറ്റേ ദിവസം രാവിലെ കല്യാണമാണ്. ഞാൻ ശരിക്കും ഞാൻ എന്റെ പെങ്ങളെ ഓർത്തത്. കാര്യം ഇത് നമ്മൾ തിയററ്റിക്കലി ഇതല്ല എന്നൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സിലുള്ള ആ ഒരു വിശ്വാസമാണല്ലോ ഇതിന്റെ ബേസിക്കലി ഈ സാധനം ഇതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഞാനത് സോർട്ട് ചെയ്തോളാം, മോള് പോയി കടന്നോ. ആളുടെ നമ്പർ എനിക്ക് അയച്ചോ, മോള് പോയി കടന്നു, ഞാനത് സോർട്ട് ചെയ്തോളാം. അപ്പൊ ഈ കൊച്ചിനെ അച്ഛാന്ന് ഇങ്ങനെ ഈ പത്തനംതിട്ട ഭാഗത്തുനിന്ന് കണ്ടാ വന്നപ്പോ ആള് അച്ഛാന്ന് വിളിക്കുന്നേ. അപ്പൊ ഞാൻ അമ്മുക്കുട്ടിയുടെ ആയിരിക്കും ഓർക്കുന്നത്. അപ്പൊ അന്നേരം ഞാൻ പറയും, മോൻ പോയി കടന്നോ, ഞാനത് സോർട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. എനിക്ക് ഡ്രൈവർ ഇല്ല അന്ന്, വേറെ ആരും ഇല്ല. ഞാനന്ന് ഭയങ്കര ക്ഷീണോ, ഞാൻ എവിടെയൊക്കെ പോയിട്ട് ഭയങ്കര ക്ഷീണിച്ചാവുന്നത്. ഞാൻ പിന്നെ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുണർത്തി, നമ്മുടെ ഒരു സ്റ്റാഫിനെയും കൂടെ വിളിച്ചുണർത്തി, ഇവരെ കൂടെ കൂട്ടിക്കിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവരെല്ലാം കിടന്നുറങ്ങി. ചെറുക്കന്റെ വീട്ടുകാരെ എല്ലാം കിടന്നുറങ്ങി. അപ്പൊ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, കുട്ടിയിട്ട് തുറക്കുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരണമല്ലോ. ഞാൻ പിന്നെ അവസാനം വിളിച്ചപ്പോഴത്തേന് പുള്ളി ഫോൺ എടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ ചെയ്യാവോ? ഞാൻ രാവിലെ വരെ അവിടെ വെയിറ്റ് ചെയ്യാ. 2 മണി എങ്ങാണ്ട് ആയപ്പോഴും 2-2:30 എങ്ങാണ്ട് ആയപ്പോഴത്തേന് ഞാൻ സ്പീഡിലാ പോയത്. എനിക്ക് കുറെ പെറ്റിയും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഒന്ന് ഇത് ചെയ്ത് തീർത്ത് നമ്മള് ചെയ്തു. ഒരു 10 മിനിറ്റ് എടുത്തില്ല അത് ക്ലിയർ ചെയ്യാൻ. അത് 10 മിനിറ്റ് കൊണ്ട് ക്ലിയർ ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷേ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ കൊച്ചും അമ്മയും അപ്പനും എല്ലാരും കൂടെ നമ്മുടെ കടയിൽ വന്നു. അവര് എല്ലാരും കരഞ്ഞോണ്ടാ, നിങ്ങളല്ലാതെ വേറെ ആരും അത് എന്നുവെച്ചാൽ അത് ഞാൻ ചെയ്തതിന്റെ അല്ല, ഇപ്പൊ ഇങ്ങനെ ചോദിച്ചോണ്ട് പറഞ്ഞപ്പം ഞാൻ ചെയ്ത ഒരു ചെറിയ എഫേർട്ടിന് എന്തുമാത്രം അവര് എത്ര പേരോട് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എത്രയോ ആ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു സാധനം പറഞ്ഞു. അതുപോലെ അവരെ കരഞ്ഞോണ്ട്. അപ്പൊ ഈ അപ്പം പറയുന്നുണ്ട്, ഇവക്ക് അങ്ങനെ ഇങ്ങനെ ഒരു ഭയങ്കര നെഗറ്റീവ് ആണെങ്കിൽ ഭയങ്കര നെഗറ്റീവ്, അല്ലെങ്കിൽ അല്ല. അപ്പം നിങ്ങൾ ആ ചെയ്ത എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് പോയാലും അത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇവിടുന്ന് ആൾക്കാർ പോയെങ്കിൽ അത് ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ കല്യാണം. അപ്പോ അങ്ങനെ ഒരു സംഭവം ചെയ്തത് അതൊരു ഭയങ്കര ഇമ്പാക്ട് അവർക്കുണ്ടായി. അപ്പൊ അവര് ആ കൊച്ചിന്റെ മാമോയിസേക്കും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. അപ്പം അങ്ങനെയാണ് ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് എക്സ്പീരിയൻസസ് നല്ല ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ജോയലിന്റെ ഒരു ഡിസൈൻ മറ്റൊരാൾ കോപ്പി ചെയ്തതായിട്ട് കണ്ടാൽ ആദ്യം തോന്നുന്ന വികാരം എന്താണ്? ദേഷ്യമാണോ, അതോ ആ എനിക്ക് സന്തോഷമായിരിക്കും. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും സംഭവങ്ങൾ ചെയ്തെടുത്തു എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ സെയിം സാരി തന്നെ ഞാൻ അതിനകത്തൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു വീവർ എന്നോട് പറയാണ്, ഈ സാധനം മോണോപ്പൊളി ആയിട്ട് നിങ്ങൾക്ക് തന്നേക്കാം. അങ്ങനെ പറഞ്ഞായിരിക്കും ഞാൻ വിൽക്കുന്നത്. ഞാൻ കസ്റ്റമറോട് പറയുന്നത് ഇത് വേറെ സ്റ്റോറിൽ എവിടെയും കാണത്തില്ല. ഞാൻ ജെന്യുവൻ ആയിട്ടാണ് പറയുന്നത്. വിൽക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ പറയുന്നത്. ഇത് നമ്മുടെ ഓൺ ഡിസൈനാണ്, ഇത് വേറെ എവിടെയും കാണത്തില്ല എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ സ്റ്റോറിൽ ഈ സാധനം വിൽക്കുമ്പോഴത്തേനും ഞാൻ അവിടെ കള്ളനാവത്തില്ലേ? അപ്പൊ ഞാൻ ഈ വീവറെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ? ഞാനല്ലല്ലോ അങ്ങോട്ട് പറഞ്ഞേ, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഇത് നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് ഇത് ചെയ്തിട്ട് നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ? അത് ഞാൻ ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ കള്ളനാവും. കാരണം ഞാൻ അത് പറഞ്ഞായിരിക്കും നമ്മുടെ കസ്റ്റമർക്ക് വിൽക്കുന്നത്. അങ്ങനെ അല്ലാത്ത സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ ലെഹങ്ക ഡിസൈൻസിലും ബാക്കി സംഭവങ്ങളിലും ഒക്കെ ആദ്യം എനിക്ക് ഇച്ചിരി വിഷമം തോന്നുമായിരുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻസ്പിറേഷൻ ബാക്കിയുള്ളവരുടെ നമ്മളും എടുക്കാറുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ആദ്യത്തെ ആ ഒരു ഫേസിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ എന്ന് വെച്ചാൽ നമ്മളിലെ ആൾക്കാർക്ക് അധികം വിശ്വാസം ഉണ്ടാകത്തില്ല. നമ്മൾ വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനർ വെയർ ചെയ്ത് ഒരു ഇതുള്ള ആണെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാർ വിശ്വസിക്കും. പക്ഷെ അന്ന് വരെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ ഡിസൈൻ ആണ് വേണ്ടത്,
എനിക്ക് ആൾക്കാര് അവിടെ പോയപ്പോഴത്തേന് എനിക്ക് ഈ ഇത്രയും പൈസക്കാണ് ഇത് പറഞ്ഞത്, എനിക്ക് ഇതിനേക്കാളും റേറ്റ് കുറവിൽ ഈ സെയിം സാധനം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചോദിച്ചാണ് നമുക്ക് ആദ്യ ഓർഡറുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം ആസ് എ ബിസിനസ് മാൻ ഞാൻ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യണം. ചെയ്താലേ എനിക്ക് ലൈവ്ലിഹുഡ്. അപ്പം അതിനകത്ത് വേറൊരാളുടെ ഡിസൈൻ ആണ് അങ്ങനെയൊന്നും നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാന്നുള്ളതേ നമുക്ക് അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ വേറൊരാളും നമ്മുടെ സംഭവം എടുത്താലും ഞാൻ പറയുന്ന എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇമ്പാക്ട് നമ്മുടെ ഡിസൈൻ അവിടെ ഉണ്ടാക്കിയിട്ടല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ട് ഞാനിപ്പോ. ഓ ഇത്ര ഹിറ്റ് ആയല്ലോ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പല സാധനങ്ങളും ആൾക്കാര് അതേ സെയിം സ്റ്റൈലിൽ ഇപ്പം പ്രസന്റേഷൻസ് ആയാലും ബാക്കി സാധനങ്ങളൊക്കെ ആണെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര അഭിമാനം തോന്നും. കാരണം ഈ ചങ്ങനാശ്ശേരി മൂല ഇരുന്ന എന്റെ സാധനം ഇത്രയും സ്ഥലത്തേക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിലേക്ക് ആയല്ലോ എന്ന് വിചാരിക്കാം. ഈ ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു പുതിയൊരു സാരിയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ എന്തെങ്കിലും ഇങ്ങനെ ഡിസൈൻ എടുക്കുമ്പോഴത്തേനും തുണി തിരഞ്ഞെടുക്കാനാണോ അതോ അതിലെ കസ്റ്റം വർക്കുകൾ ചെയ്യാനാണോ കൂടുതൽ സമയം എടുക്കുന്നത്? തുണി തിരഞ്ഞെടുക്കാനായിട്ടല്ല, കസ്റ്റം വർക്കുകൾ ചെയ്യാൻ തന്നെയാണ് അതിനകത്തേക്ക് സമയമെടുക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു ശരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് അത് കുറച്ചും കൂടെ കൂടുതൽ നന്നായിട്ട് അറിയാം. ഞാൻ ഇത് സാധനം ഇറങ്ങുമ്പോഴത്തേന് എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു വള്ളി കേസ് അവരെ പിടിച്ച് ഒരു ഒരു ചുരിദാറിന്റെ പോലും ഒരു ഇംപെർഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല. ഇതിന് വീഴണം പോണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് ഒരു കോൺഫിഡൻസ് ആണ് അത് പോവും. പിന്നെ അയ്യോ അത് ഞാൻ എനിക്ക് ഒരിടക്കാലം കൊണ്ട് ഞാൻ ഫോണേ എടുക്കത്തെ. കാരണം നമുക്കങ്ങ് വല്ലാതെ ആവും. കാരണം ഈ രാത്രി 12 മണിക്കൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, ചേട്ടാ നമ്മുടെ എവിടം വരെ, ഞാൻ ഇത് ആരാന്ന് പോലും എനിക്ക് മനസ്സിലാകത്തില്ല. അവര് അപ്പൊ ഞാനിത് ദൈവമേ ആര്യ ഏത് ആര്യാണാവോ മോളെ. ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയുമ്പോഴത്തേന് എനിക്ക് പറയാനും പറ്റത്തില്ല ഇത് ഏത് ഡിസൈൻ ആന്ന് എങ്ങനെ ചോദിക്കുന്നത്. പിന്നെ പറഞ്ഞു വരുമ്പോ എനിക്ക് മനസ്സിലാകണം. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട്, ചേട്ടാ എന്റെ ആ ഫ്ലവറിനകത്തെ ഫ്ലവർ ഗോൾഡ് ആണല്ലോ, ആ ഗോൾഡാണ് ഗോൾഡിനകത്ത് കൊടുക്കുന്ന സ്റ്റോണിന്റെ കളർ റെഡ് തന്നെ വെക്കണേ ചേട്ടാ. ഞാൻ ഗ്രീനാ പറഞ്ഞത്, റെഡ് തന്നെ വെക്കണം കേട്ടോ. ദൈവമേ ഞാന് അല്ല ഇപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അന്നേരം ഇതെല്ലാം ഫോൺ വഴി. അപ്പൊ ഒരു സമയം കൊണ്ട് എനിക്ക് അങ്ങ് വട്ടുപോലെ ആയി. ലിറ്ററലി എല്ലാ കാര്യത്തിനും ഓരോ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ എല്ലാ സാധനത്തിനും എന്നെ നേരിട്ടാ വിളിക്കുന്നത്. അപ്പൊ ഒരു സമയം കൊണ്ട് എനിക്കിങ്ങനെ ഫോൺ പഠിക്കുന്ന കേൾക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇത് ഞാൻ ചിലപ്പോൾ കോർഡിനേറ്റ് ചെയ്യാൻ വിട്ടുപോകും. എനിക്ക് ഈ രാത്രിയിലായിരിക്കും വിളിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഓടുമായിരിക്കും ചിലപ്പോൾ വേറെ ഒരു കാര്യത്തിന്. അപ്പൊ അത് ഞാൻ ചിലപ്പോൾ ഇത് വിട്ടുപോയി. അന്ന് ചേട്ടൻ പറഞ്ഞതല്ലേ റെഡ് വെക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പക്ഷെ അന്ന് ഈ ഡിസൈൻ ചെയ്തപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന വേറൊരെണ്ണമായിരിക്കും. ആൾക്കാർ ഓരോ പുതിയ സാധനങ്ങൾ കാണുന്ന അനുസരിച്ച് ഇവരുടെ മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ ലെഹങ്ക ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കൂടെ എങ്കിലും എടുക്കും ഈ റെഡി ആയിട്ട് ഇതിന്റെ ട്രയൽ ഡേറ്റിന്റെ. അപ്പൊ ഈ 2 മാസത്തോളം അവർക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ഡിസൈൻസും ഇമ്പാക്ട് ഉണ്ടാക്കും. അയ്യോ ഞാൻ പറഞ്ഞ ഇത് ചേഞ്ച് ചെയ്യാം. അപ്പം ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ആദ്യമൊക്കെ ഞാൻ കുറച്ചും കൂടെ പറയായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ഡിസൈൻ ഫൈനലൈസ് ചെയ്തത് ബ്ലോക്ക് ചെയ്താൽ പിന്നെ നമ്മൾ മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനത്തിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മുടെ വർക്കുകൾ മുഴുവൻ പെൻഡിങ് ആവുക. അപ്പൊ ഇവർ ഈ ഫ്ലവറിന്റെ സൈസ് പോലും മാറ്റുന്ന അനുസരിച്ച് ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ പുതിയതായിട്ട് ചെയ്യണം. അപ്പൊ അതിനകത്തെ എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ട് തന്നെയാണ്. കാരണം ഇതെല്ലാം ഓരോ ആർട്ടിസ്റ്റുകളാണ് ഈ സംഭവം ചെയ്യുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, ഇവരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇനി നമ്മളുടെ ഹാൻഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ എന്ത് സ്കില്ലാണ് ഇവരുടെ എന്ന് ഞാൻ ആലോചിക്കും. രാവിലെ തൊട്ട് രാത്രി ഇത്ര മണി വരെ കുത്തി ഇരുന്നാണ് ഈ സംഭവം ചെയ്യുന്നത്. അത് ഞാൻ ആലോചിക്കാറുണ്ട്. ഇവരുടെ ഒരാളുടെ മക്കളെയും അവരത് പഠിപ്പിക്കത്തേ ഇല്ല. അവര് ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്, എന്റെ അറിവിൽ ഒരാളുടെ മോനെയോ അല്ലെങ്കിൽ മോളെ പോലും ഈ സാധനം പഠിപ്പിച്ചിട്ടില്ല അവര്. കാരണം ഞങ്ങളുടെ ഈ സംഭവം വരരുത്. അപ്പൊ ഒരു ജനറേഷനകം ഈ സംഭവം നിൽക്കും. ഈ ഹാൻഡ് വർക്കിന്റെ സാധനം വളരെ എക്സ്പെൻസീവ് ആകാൻ പോവാ. അതൊന്നും നമുക്ക് കിട്ടാക്കനിയായി മാറാൻ പോവാ. അപ്പൊ ഈ ഒരു സമയം മാത്രമേ നമുക്കുള്ളൂ. ഈ പറയുന്ന ഹാൻഡ്ലൂം ആണെങ്കിലും ലൂമിന്റെ സംഭവത്തിലും ആൾക്കാർ കാഞ്ചീപുരം സാരികളിലൊക്കെ ഹാൻഡ്ലൂം കാഞ്ചീപുരം ഈ ഭയങ്കര റയറായിട്ട് കിട്ടത്തുള്ളൂ. കാരണം ആൾക്കാരില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു ജനറേഷൻ തീരുന്നതോടുകൂടി ഈ സംഭവം തീരും. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇവരോടും നമ്മൾ ഇങ്ങനെ മിനിറ്റിന് മിനിറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവര് മനുഷ്യരല്ലേ,
ഇവരും നമ്മൾ ഈ ഇത്ര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത ആ എഫേർട്ട് ഇല്ലാതാവുക. പെട്ടെന്ന് ഒരു തോട്ടിന്റെ പുറത്ത് ആൾക്കാരെ വിളിച്ചിട്ട് പറയും ഇത് അങ്ങോട്ട് മാറ്റിക്കോ, ഈ ബോർഡർ ഇതല്ല, ഇന്ന് അങ്ങോട്ട് വെക്കുക. അതിന് വലിയ സമയം, ഇത് ചെറിയ വ്യത്യാസം ഇത് മുഴുവൻ മാറ്റണം. എന്നാലേ ഇത് മുഴുവൻ അടിച്ചു മാറ്റിയാലേ ഈ സംഭവം ഈ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത്. അപ്പം അങ്ങനെ അപ്പൊ നമ്മളത് പറയുമ്പോഴത്തേന് ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാവുള്ളൂ എന്ന് പറയുന്ന ഒരാളാണെങ്കിലും ചില സമയത്ത് നമ്മുടെ കൺട്രോൾ വിട്ടു. കാരണം ചില ആൾക്കാർ ഒരു 90% ആൾക്കാരും ഭയങ്കര നന്നായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരാണേലും വളരെ കുറച്ച് ആൾക്കാരും നമ്മളെ ആക്ച്വലി ഞാൻ പൈസ തന്നിട്ട് സ്ലേവിനെ പോലെ ആയിരിക്കും കാണുന്നത്. ഈ സാധനം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ദിവസത്തിന് മുന്നേ ഡേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് വേറെ ഞാൻ 2 ദിവസം മുന്നേ അല്ലേ ചോദിച്ചുള്ളൂ, ഇത്ര നാൾ മുന്നേ തന്ന ഓർഡർ അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇത്ര നാൾ മുന്നേ തന്ന ഓർഡർ ആണെങ്കിലും നമുക്കൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ. ഈ സാധനത്തിന് മുന്നേ ഉള്ള ആൾക്കാരുടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ സാധനം 2 മാസം മുന്നേ ആണെങ്കിൽ ഇവര് പറഞ്ഞ ഡേറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ ഇത് എടുക്കുന്നതും കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും. ഈ റെഡിറ്റ് പോലത്തെ കുറച്ച് ഇതിനകത്തൊക്കെ ദൈവമേ ഇതിനകത്തൊക്കെ കാണിക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കത് അക്സെപ്റ്റബിൾ ആണ്, നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ചില ആൾക്കാര് ഇങ്ങനെ വളരെ ഡിസ്ക്രിപ്ഷൻ അത് വളരെ ചുരുക്കമേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുമ്പോഴത്തേനും കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷവും ഇങ്ങനെ ആൾക്കാർ പറയുമ്പോഴത്തേനും ചിലപ്പോൾ അത് ആൾക്കാര് ഈ പറഞ്ഞതുപോലെ റീഫണ്ട് കിട്ടാനായിരിക്കും. ചിലപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചിലപ്പം ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു കൈൻഡ് ജസ്റ്റർ എന്നുള്ള വിധത്തിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ ഓക്കെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ മാറാനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വന്ന് ഒരു സാരി എടുത്തോ അങ്ങനെയൊക്കെ പറയും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെ ആൾക്കാർ ഇടുന്നത്. കാരണം വളരെ കാര്യമായിട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇങ്ങനെ ഉള്ള ഇവരെല്ലാം ഈ ചില അങ്ങനെ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കണമല്ലോ, ബഹുജനം പല വിധമാണല്ലോ. എന്നെ പോലെ ഇരുനിറമായിട്ടുള്ള ഒരാൾക്ക് ഞാൻ എന്ത് കളർ സാരിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഞാൻ തിരിച്ചു പറയുന്ന ആളാ. സാധാരണ ആൾക്കാർ പറയത്തില്ല, ഞാൻ പറയാം ഡാർക്ക് കളേഴ്സ്. യു ഷുഡ് ഡെഫിനറ്റ്ലി ഡാർക്ക് അല്ല, ഡാർക്കും ബ്രൈറ്റും ആയിട്ടുള്ള കളേഴ്സ്. അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു റാണി പിങ്ക് ആണെങ്കിൽ ഭയങ്കര റാണി പിങ്ക് അല്ല, റാണി പിങ്കില് ബർഗണ്ടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ വരും. അപ്പം അത് ഡാർക്കും ആണ് ബ്രൈറ്റും ആണ്. അങ്ങനത്തെ കളേഴ്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. പേസ്റ്റൽ കളേഴ്സ് ചിലപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. പേസ്റ്റൽ കളേഴ്സ് ആൾക്കാർ ഇപ്പം ഓരോ ആൾക്കാരുടെ ഈ പെയിന്റിങ് കാണുന്ന പോലെ ഓരോ ആൾക്കാരുടെ കണ്ണിലാണ് അതിന്റെ ഡ്യൂട്ടി. ഇപ്പം ഞാനൊരു ബ്ലാക്ക് ഷർട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷർട്ട് ഇടുമ്പോൾ ഐ ആം വെരി കോൺഫിഡന്റ് ദാൻ യെല്ലോ പേസ്റ്റൽ ആയിട്ടുള്ള ഒരു യെല്ലോ ഷർട്ട് ഇടുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ പിങ്ക് കളറിലെ ഷർട്ട് ഇടുന്നതിനേക്കാളും ഐ ആം കോൺഫിഡന്റ് ഈ പറയുന്ന ഡാർക്ക് ബ്രൈറ്റ് അങ്ങനത്തെ ഒരു സാധനത്തിലാണ്. അപ്പൊ ഞാനിപ്പോഴും എന്നെ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ പെങ്ങളെ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ഞാൻ അവളോട് ഒരു കാരണവശാലും ഭയങ്കര പേസ്റ്റൽസ് എനിക്ക് എന്റെ കണ്ണില് അത് കുറച്ചും കൂടി ഈവൻ മോർ ഡാർക്ക് കോൺട്രാസ്റ്റ് പോലെ തോന്നും. അതായത് നമ്മൾ പേസ്റ്റിൽ ഇടുമ്പോഴത്തേന് നമ്മുടെ കളർ ഒരു കുറച്ചും കൂടെ സ്കിൻ ടോൺ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് കാണിക്കുന്ന പോലെ വരും. അതുപോലെ തന്നെ ഭയങ്കര ബ്രൈറ്റർ കളർ ഇടുമ്പോൾ ഈ സാരി ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും. ഈ സ്ഥാനം ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോഴും നമ്മുടെ കോംപ്ലക്ഷൻ പുറകോട്ട് പോകും. അപ്പൊ നമ്മുടെ കോംപ്ലക്ഷൻ കുറച്ചും കൂടെ കയറി നിൽക്കാൻ സഹായിക്കുന്ന കളർ അതാണ് നമ്മുടെ കളർ എന്ന് തോന്നുന്നു. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷവും ഒരു മകളോ അല്ലെങ്കിൽ ഒരു കൊച്ചുമകളോ മോനോ ഒക്കെ ഈ പെട്ടി തുറന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും എംലോഫ്റ്റ് ഡിസൈൻ ചെയ്ത ഈ ഒരു വസ്ത്രം കയ്യിലെടുക്കുമ്പോ അപ്പൊ അവർക്കൊരു ഒരു ഒരു വികാരം ഉണ്ടാവണം. അത് എന്ത് തരത്തിലുള്ള ഒരു വികാരം തോന്നണമെന്നാണ് ഇപ്പൊ ജോയൽ ആഗ്രഹിക്കുന്നത്? കാരണം ഇത് കുറെ വർഷങ്ങൾക്ക് ശേഷം. ഇത് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞാനിങ്ങനെ ഓരോ സാരിയും ഇവിടുന്ന് കല്യാണത്തിന്റെ ഏത് വസ്ത്രം കൊടുത്താലും ഇവിടുന്ന് പ്രാർത്ഥിച്ചേ കൊടുക്കാറുള്ളൂ. ചിലപ്പോ ഞാനില്ലെങ്കിൽ എന്റെ അമ്മ ഇല്ലെങ്കിൽ അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ആരാണോ ഉള്ളത് അവര് നന്നായിട്ട് ഇതൊന്നും മാർക്കറ്റിംഗ് അല്ലാതെ ജെനുവിനായിട്ട് അവരെ അനുഗ്രഹിച്ച് അവരുടെ തലമുറയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടേ അത് കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. ഒരു വീഡിയോ എടുത്തില്ലെങ്കിലും ഒന്നും വേണ്ട, നമുക്ക് അതൊരു പ്രാർത്ഥനയാണ്, അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഈ സംഭവം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരു സംഭവം, ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ വംശവും ഗണവും അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർക്ക് വലിയ നന്മ ഉണ്ടാവട്ടെ.
അത് പക്ഷെ ഇത് തലമുറകളിൽ ഒരു ബന്ധമായി മാറുകയും ചെയ്യട്ടെ. അത് ഈ ഒരു ബന്ധത്തിലൂടെ അവരുടെ കൊച്ചുമോളുടെ മോളും എംലോഫ്റ്റ് ചെയ്തായിരിക്കും സാരി എടുക്കുന്നത്. അപ്പം ആ ഒരു എന്ന് വെച്ചാൽ അവര് നന്നായാലാ നമ്മൾ നന്നാവത്തുള്ളൂ. ഇതൊരു ഭയങ്കര ഭയങ്കര അനുഗ്രഹിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് എല്ലാ സാധനവും ഇങ്ങനെ തിരിച്ചു വരും. അപ്പൊ ഞാൻ ജെന്യുവിൻ ആയിട്ടാ പ്രാർത്ഥിക്കുന്നത്. അത് എനിക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്റെ ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ അവർക്ക് ഏറ്റവും നല്ലത് വരട്ടെ, അവരെ ഏറ്റവും നന്നായിട്ട് അവരുടെ കല്യാണം നടക്കട്ടെ, അവരുടെ കല്യാണത്തിന് ഏറ്റവും ഭംഗിയുള്ള ഒരു പെങ്കൊച്ചായിട്ട് അവൾ കാണപ്പെടട്ടെ, അവളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നന്മകൾ ഉണ്ടാവും തോറും എനിക്ക് കസ്റ്റമർ തിരിച്ചു വന്നോണ്ടിരിക്കുകയല്ലേ. എനിക്ക് എന്റെ സംഭവം അതിനേക്കാളും കൂടി ഞാനൊരു ഹോർഡിങ് വെക്കുന്നതിനേക്കാളും വലിയ ഇമ്പാക്ട് 1000 പേരല്ല 800 പേരുടെ കല്യാണത്തിന് ഈ ബ്രൈഡ് അതീവ സുന്ദരിയായി കാണപ്പെട്ട് കഴിഞ്ഞാല് അത്ര ഇമ്പാക്റ്റിനേക്കാൾ ഒരു ഹോർഡിങ് വെക്കുന്നതിനേക്കാളും ഭയങ്കര ഇമ്പാക്റ്റ് അതിന്. ഞാൻ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഈ സാധനത്തിന് പകരം ആ ആള് ഇങ്ങോട്ട് പൈസ തന്ന് എനിക്ക് വേണ്ടി പരസ്യമായി മാറും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇത് സാധനങ്ങളെല്ലാം ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പം അതൊന്നും അവർക്ക് വേണ്ടിയിട്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ എന്നാലും അതിനൊരു എന്താ പറയാ, ഒരു സ്നേഹവും ഒരു സത്യസന്ധതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എംലോഫ്റ്റ് ഇത്രയധികം നന്നായിട്ട് പോകുന്നതും ജനങ്ങളുടെ മനസ്സിൽ അത് നിലനിൽക്കുന്നതും. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കും. ജോയലിന് എന്റെയും ബിയോണ്ട് ബോർഡേഴ്സ് ടീമിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. Until then, this is Meera Shankar signing off for Beyond Borders. Thank you. Thank you.